എന്താ അർജുൻ, എല്ലാ വലിയ ബിസിനസ്സുകാരും കൃത്യസമയത്തെത്തി. പക്ഷെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നീ ഇത്രയും വൈകിയാണല്ലോ വന്നത്. നീ 1 രൂപ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്തവനാണെന്ന കാര്യം മനസ്സിലാക്കാം. പക്ഷേ മുതിർന്നവരെ ബഹുമാനിക്കാൻ പോലും നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ എന്താ പ്രയാഗ? നിന്റെ പിച്ചക്കാരൻ ഭർത്താവ് ഇന്നെങ്കിലും നല്ല വസ്ത്രം ധരിച്ചു വരുവോ? അതോ കാലി വയറോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വലിഞ്ഞു കയറി വരുന്ന ഒരു ദരിദ്രവാസിയെ പോലെയാണോ വരിക? ആ ചടങ്ങ് തുടങ്ങാൻ എല്ലാവരും കാത്തിരിക്കുമ്പോഴായിരുന്നു ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രയാഗയെ അപമാനിച്ചത്. അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. സൂക്ഷിച്ച് സംസാരിക്കണം ഗൗതം. എന്റെ ഭർത്താവ് പഴയ വസ്ത്രം ധരിച്ചാണ് വരുന്നതെങ്കിലും അത് അവന്റെ സ്വന്തം കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയത്, അല്ലാതെ ബിസിനസ് ഹെഡായ വല്യച്ഛനെ കുപ്പിയിലാക്കിയോ സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് മോഷ്ടിച്ചിട്ടോ അല്ല. പ്രയാഗയുടെ വാക്കുകൾ കേട്ടതും ഗൗതമിന് ദേഷ്യം വന്നു. അയാൾ അവൾക്ക് ഉത്തരം നൽകാൻ തുടങ്ങുമ്പോഴേക്കും കുടുംബനാഥനും ശ്രാവണ ഗ്രൂപ്പിന്റെ MD-യുമായ മൈത്രേയൻ തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ രേണുകയുമായി അവിടെ എത്തി. കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി മൈത്രേയൻ അവിടുത്തെ ഏറ്റവും ശക്തനായ ബിസിനസ്സുകാരനാണ്. സ്വന്തമായി ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ഭരിക്കുകയും ചെയ്യുന്നവർ. തന്റെ ബിസിനസ് സാമ്രാജ്യം പരിപാലിക്കാൻ വേണ്ടി മാത്രം തന്റെ കുടുംബ അവകാശികളെ വിജയകരമായ ബിസിനസ്സുകാരാക്കാൻ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിലും മൈത്രേയന് ശേഷം ആ ബിസിനസ് സാമ്രാജ്യം ഭരിക്കുക എന്നതായിരുന്നു ഗൗതമന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അവൻ മൈത്രേയനെ സോപ്പിട്ട് നിൽക്കുന്നത്. ആ കുടുംബത്തിൽ തന്നെ അതേ ഉദ്ദേശത്തോടെ കാത്തിരുന്ന മറ്റു ചിലരും ഉണ്ടായിരുന്നു. എന്നാൽ പ്രയാഗ അവരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു. മറ്റെല്ലാവരും വലിയവരും ശക്തരുമായ ആളുകളെ വിവാഹം കഴിച്ചപ്പോൾ പ്രയാഗ മാത്രമാണ് യഥാർത്ഥ സ്നേഹം തേടിപ്പോയത്. അതുകൊണ്ടാണ് അവളുടെ മുത്തച്ഛൻ പാലക്കൽ നീലകണ്ഠൻ അവൾക്കായി കണ്ടുപിടിച്ച അർജുനെ എതിർപ്പൊന്നും കൂടാതെ ഭർത്താവായി സ്വീകരിച്ച് ബഹുമാനിച്ചത്. എന്നാൽ ഇക്കാരണത്താൽ അവൾക്ക് അവളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. പ്രയാഗ ഒരു കമ്പനിയിൽ നല്ല ജോലിയിൽ ചേർന്നിരുന്നു. അവൾ ധാരാളം സമ്പാദിച്ചു. പക്ഷേ അർജുന് ബിസിനസ് ചെയ്യാൻ പുറത്തുപോയി പലതവണ തോറ്റു മടങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അവൻ വളരെ ദുഃഖിതനായിരുന്നു. മാത്രമല്ല ഇത് പ്രയാഗയും അവനും തമ്മിൽ ഒരു ചെറിയ വിടവ് സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്തു. അതേസമയം തന്നെ ഈ ഒരു അവസരം ഉപയോഗിച്ച് അവരെ വേർപെടുത്താൻ അവരുടെ കുടുംബാംഗങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ പ്രയാഗ അർജുനെ അങ്ങനെ ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ആ ദിവസം പ്രയാഗയുടെ അമ്മ രേണുകയുടെ ജന്മദിനമായിരുന്നു. എല്ലാ വർഷവും കുടുംബം മുഴുവൻ ഒത്തുചേർന്ന് രേണുകയുടെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കുമായിരുന്നു. എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കാൻ വേണ്ടി വിലയേറിയ ആഭരണങ്ങളും ധരിച്ച് അവിടെ എത്തുമായിരുന്നു. എന്റെ ജന്മദിന പാർട്ടിക്ക് നിങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഒത്തുകൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് എന്റെ ജന്മദിനം മാത്രമല്ല, അതിനു പുറമെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഈ പാർട്ടി എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, എല്ലാവരും ഇവിടെ ഉണ്ടോ? നമുക്ക് പാർട്ടി തുടങ്ങിയാലോ? രേണുക അത് പറഞ്ഞു കഴിഞ്ഞതും ഏറ്റവും അവസാനത്തെ ആളായി അർജുൻ ആ പാർട്ടിയിലേക്ക് വന്നു ചേർന്നു. അവന്റെ കോലം കണ്ട് രേണുകയും പ്രയാഗയും കുടുംബവും നാണിച്ചു. അമ്മ, അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാ അർജുൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ രേണുക ഇടപെട്ടു. നിന്റെ കാരണങ്ങളൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല. പാർട്ടി ആരംഭിക്കും. അർജുൻ മുഖം കുനിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്നിറങ്ങി. പ്രയാഗയുടെ കുടുംബാംഗങ്ങളെല്ലാം അത് കണ്ട് പരസ്പരം ചിരിക്കാൻ തുടങ്ങി. അർജുൻ പ്രയാഗയുടെ അടുത്ത് ചെന്ന് എന്തുകൊണ്ടാണ് വൈകി വന്നതെന്ന് അവളോട് പറയാൻ ശ്രമിച്ചു. പ്രയാഗ, ഞാൻ അല്പം വൈകിപ്പോയി. അത് ഇല്ല അർജുൻ, വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പറയണ്ട. ഞാൻ എത്ര നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഞാൻ വിളിച്ചതല്ലേ. അപ്പൊ അർജുൻ പറഞ്ഞു പ്രധാനപ്പെട്ട എന്തോ ജോലി ഉണ്ടെന്ന്. എന്നിട്ടോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ. പോട്ടെ, എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിനക്ക് അറിയുന്നതല്ലേ. ഒരു നല്ല ഡ്രസ്സ് ധരിച്ച് നിനക്ക് ഇങ്ങോട്ട് വന്നൂടായിരുന്നു? ചോദിച്ചിരുന്നെങ്കിൽ അതിനുള്ള പണം ഞാൻ നിനക്ക് തരുമായിരുന്നല്ലോ. എന്താ പ്രയാഗ, നീയും മറ്റുള്ളവരെ പോലെ എന്നോട് പെരുമാറാൻ തുടങ്ങിയോ? നിനക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. എനിക്കും ആത്മാഭിമാനമുണ്ട് പ്രയാഗ. ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്റെ പ്രൊജക്ട് വിജയിച്ച എന്റെ സ്വന്തം പണം കൊണ്ട് ഞാൻ എല്ലാം വാങ്ങും. അതുവരെ എന്റെ കൈവശമുള്ള 4 വസ്ത്രങ്ങളും മതി എനിക്ക്. അർജുന്റെ വാക്കുകൾ കേട്ട് പ്രയാഗയ്ക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ തല താഴ്ത്തി പതുക്കെ അവിടെ നിന്ന് മാറി. അർജുന് അതെല്ലാം മനസ്സിലായിരുന്നു. പക്ഷെ അവനും അവളോട് സംസാരിക്കാൻ തോന്നിയില്ല. പക്ഷെ അർജുൻ പ്രയാഗയിൽ നിന്ന് ഒരു പ്രധാന കാര്യം മറച്ചു വെച്ചിരുന്നു. ചില ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അവൻ തന്റെ രഹസ്യങ്ങൾ പ്രയാഗയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. ക്ഷമിക്കണം പ്രയാഗ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇതെല്ലാം ഉടൻ അവസാനിക്കും. നിന്റെ മുഴുവൻ കുടുംബത്തെയും ഞാൻ എൻ്റെ കാൽക്കൽ വീഴ്ത്തും. അർജുൻ തന്റെ മനസ്സിലാണ് ആ സത്യം ചെയ്തത്. രേണുകയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടക്കുമ്പോൾ മറ്റൊരിടത്ത് കൊച്ചിയിലെ മറ്റൊരു വലിയ ബിസിനസ്സുകാരനും മംഗലത്ത് ഗ്രൂപ്പിന്റെ ഉടമയുമായ കാർത്തികേയൻ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് അവനെ പിടികൂടാൻ കഴിഞ്ഞോ? നിങ്ങളുടെ മുന്നിൽ എത്ര സമയമുണ്ടായിരുന്നു? എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തിയേ പറ്റൂ. നിങ്ങൾ എന്ത് തേങ്ങ ഇവിടെ ചെയ്തു കൂട്ടുന്നേ? സർ, അത് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് അവനെ തിരയുകയാണ്. പക്ഷെ അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു ചെറിയ സൂചന ലഭിച്ചാൽ പോലും ഞങ്ങൾ സാറിനെ അറിയിക്കുന്നതാണ്. കാർത്തികേയന് തന്റെ സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. എന്ത്? നിങ്ങൾ ഇപ്പോഴും സൂചനകളും കാത്തു നിൽക്കുകയാണോ? ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ.
അവനെ എത്രയും വേഗം കണ്ടെത്തുന്നതാ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ ഈ നിലത്ത് കിടന്ന് ഉരുളാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും തലയായിരിക്കും. കാർത്തികേയൻ തന്റെ എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് മരണഭയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കേരളത്തിലെ മുൻനിര കോടീശ്വരന്മാരിൽ ഒരാളാണ് മംഗലത്ത് കാർത്തികേയൻ. രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു വലിയ ശക്തിയാണ്. മൈത്രേയനേക്കാൾ 50 മടങ്ങ് കൂടുതൽ പണവും ജനശക്തിയും അദ്ദേഹത്തിനുണ്ട്. തനിക്ക് വേണ്ടത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നേടാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ ഇത്രയും ശക്തനായ ഒരാൾ ഇപ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? അവരുടെ ജീവനക്കാർക്കിടയിൽ നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. അതേസമയം പാർട്ടിയിൽ പ്രയാഗ ആരോടും മിണ്ടാതെ ഒരു മേശയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു. തന്റെ ഭാര്യ തന്നിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാഹചര്യം കൂടുതൽ വഷളാക്കുന്നത് നല്ലതല്ലെന്ന് അർജുന് തോന്നി. അർജുൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയുടെ മുന്നിൽ നിന്നു. എന്നാൽ കണ്ണാടിയിൽ കണ്ട രൂപം വളരെ ഭയാനകമായിരുന്നു. ചുവന്ന കണ്ണുകൾ, ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തീവ്രമായ വെളിച്ചം സൂര്യനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതായി തോന്നി. പെട്ടെന്ന് അവൻ കണ്ണുകൾ അടച്ച് ഏതോ മന്ത്രം ജപിച്ച് കൈ ഉയർത്തി. അപ്പോൾ അവന്റെ കൈപ്പത്തിയിൽ പുക പ്രത്യക്ഷപ്പെട്ടു. ആ പുകയിൽ നിന്ന് ഒരു രഹസ്യ മൊബൈലും ഒരു ചിപ്പും വന്നു. അവൻ ആ ചിപ്പ് മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്തു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മൊബൈലിൽ നിന്ന് ചില രേഖകൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി. അതേസമയം തന്നെയാണ് മംഗലത്ത് ഗ്രൂപ്പിൽ ഒരു ഭൂകമ്പം ആരംഭിച്ചത്. സർ, വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കാർത്തികേയൻ തന്റെ സ്റ്റാഫിനോട് തന്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു. എന്താ സംഭവിച്ചത്? സർ, ഇതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ കണ്ടെത്തി. എന്ത് സത്യമാണോ ഈ പറയുന്നത്? അവനിപ്പോ എവിടെയാ? ഉടനെ തന്നെ അവനെ ഇവിടേക്ക് കൊണ്ടുപോവാ, വേഗം. സർ, അവനിപ്പോ എവിടെയാ ഉള്ളതെന്ന കാര്യം ഞങ്ങൾക്കറിയില്ല. പക്ഷേ അവന്റെ എല്ലാ അക്കൗണ്ടുകളും വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ അവന്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഉടനെ തന്നെ ഞങ്ങൾ അവനെ കണ്ടെത്തും. ഞങ്ങൾ ഉടനെ തന്നെ അവനെ കണ്ടെത്തിയിരിക്കും സർ. സ്റ്റാഫ് അത് പറഞ്ഞു തീർന്നതും കാർത്തികേയൻ ഇരിക്കപ്പുറതി ഉണ്ടായിരുന്നില്ല. വേഗം ആവട്ടെ. എത്രയും വേഗം അവനെ കണ്ടെത്തുന്നു ആ നിമിഷം അവനെ പിടികൂടി എന്റെ കൺമുമ്പിൽ കൊണ്ടുവരണം. ഒരു മിനിറ്റ് വൈകിയാൽ പോലും ഈ സാമ്രാജ്യം മുങ്ങിപ്പോകുമെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ദേഷ്യത്തോടെ ഇതും പറഞ്ഞ് കാർത്തികേയൻ ഒരു സിഗരറ്റിന് തിരികൊളുത്തി. അപ്പോഴേക്കും മറ്റൊരാൾ അവിടേക്ക് കിതച്ചുകൊണ്ട് ഓടി വന്നു. സർ, നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഐഡിയിൽ ഒരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നു. എന്താണ് മാറ്റം? നമ്മുടെ കമ്പനിയുടെ എല്ലാ ഓഹരികളും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി. ഗ്ലോബൽ മാർക്കറ്റിൽ കമ്പനിയുടെ അവസ്ഥ വളരെ താഴ്ന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതെങ്ങനെ സാധ്യമാവും? ആരുടെ പേരിലായി ഓഹരികൾ കൈമാറ്റം ചെയ്തിരിക്കുന്നത്? സർ, അത് പറയാൻ എനിക്ക് പേടിയാണ്. നിങ്ങൾക്ക് പേടിയാണെന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അതും എന്റെ കണ്ണി നോക്കി. ഇതും പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ ദേഷ്യത്തോടെ സ്റ്റാഫിന്റെ കോളറിൽ പിടിച്ചു. അപ്പോൾ അയാളുടെ കണ്ണുകളിൽ വിശ്വനാഥന് മരണഭയം കാണാമായിരുന്നു. അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. നിങ്ങളുടെ കണ്ണുകളിൽ എന്തിനാണ് ഇത്ര ഭയം? അപ്പോ അത് അർജുനാണോ? കാർത്തികേയൻ അത് ചോദിച്ചതും ആ സ്റ്റാഫ് അതെ എന്ന് പറഞ്ഞ് തലകുലുക്കി. അത് കേട്ടതും കാർത്തികേയൻ നിന്ന് വിറച്ചു. അപ്പോൾ അവിടെയുള്ള മറ്റൊരു സ്റ്റാഫ് പേടിയോടെ സംസാരിച്ചു തുടങ്ങി. സർ, അദ്ദേഹം ഇപ്പൊ എവിടെ ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റാഫ് കാണിച്ച ആ അഡ്രസ്സ് കണ്ടതും കാർത്തികേയൻ വീണ്ടും ഞെട്ടി. ഇപ്പോഴും എന്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്? വാ പോവാം. ഇനി നമുക്ക് അവനെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നമ്മൾ തന്നെ അവന്റെ സ്ഥലത്തേക്ക് പോയേ പറ്റൂ. അയാൾ അത് പറഞ്ഞ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ കാർത്തികേയന്റെ ബിസിനസ് സമുച്ചയത്തിൽ നിന്നും ഡസൻ കണക്കിന് കാറുകൾ വേഗത്തിൽ പുറപ്പെട്ടു. എന്നാൽ ഇതിനെല്ലാം കാരണക്കാരനായ അർജുൻ ഒന്നും അറിയാത്ത ഒരു നിഷ്കളങ്കനാണെന്ന് നടിച്ച് ആ പിറന്നാൾ പാർട്ടിയിൽ നിന്നും കൂളായി വൈൻ കുടിക്കുകയായിരുന്നു. അതുകൊണ്ട് ഗൗതം വീണ്ടും അർജുനെ പരിഹസിക്കാൻ തുടങ്ങി. എന്താ അർജുൻ, ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് നല്ലൊരു കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നീ ഒപ്പിച്ചെടുത്തു. അവളെ ഓസിക്കൊണ്ട് നിനക്ക് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മദ്യം കുടിക്കാനുള്ള യോഗവും നീ ഉണ്ടാക്കി. നിനക്ക് നാണം ഉണ്ടോടാ? ഇപ്പൊ നീ കുടിച്ചു തീർത്ത ഈ മദ്യത്തിന്റെ എല്ലാം കാശ് തിരികെ തരാൻ പറഞ്ഞ നീ എന്തോ ചെയ്യും? അവൻ വേറെ എന്ത് ചെയ്യും? ഇവൻ എന്തായാലും പിച്ചെടുക്കാൻ മടിയാണെന്ന് തോന്നുന്നു. മിക്കവാറും ഹോട്ടൽ മാനേജറിന്റെ കൈയും കാലും ഒക്കെ പിടിച്ച് പാത്രങ്ങൾ കഴുകിയൊക്കെ തടി തപ്പും. ഇനി അതും ഇല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ഇവന്റെ ഭാര്യ പ്രയാഗയോട് ഇവൻ കൈ നീട്ടി ഇറക്കും. പ്രയാഗയുടെ മറ്റൊരു കസിനും പ്രയാഗയുടെ വിരോധികളിൽ ഒരാളുമായ കാവ്യായിരുന്നു അത്. അവൾ കളിയാക്കിക്കൊണ്ട് അർജുനെ നോക്കി ചിരിച്ചു. ഗൗതമും അവിടെയുള്ള മറ്റുള്ളവരും അത് കണ്ട് അർജുനെ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അർജുന് ദേഷ്യം വന്നിരുന്നില്ല. അതേസമയം പിറന്നാൾ പാർട്ടിയുടെ തുടക്കത്തിൽ താൻ പറഞ്ഞ പ്രധാന കാര്യം എല്ലാവരോടും പറയാൻ രേണുക മുന്നോട്ട് വന്നു. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പാരമ്പര്യം എനിക്ക് ശേഷവും ഉണ്ടായിരിക്കണോ എന്നെനിക്ക് നിർബന്ധമുണ്ട്. അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ പല മടങ്ങ് വളരണം. എന്നാൽ അതിന് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ഇടപാടുകളും പര്യാപ്തമല്ല. അത് നേടാനായി ഞാൻ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ്.
അതിന്റെ ഭാഗമായി ഇപ്പോൾ ഞാൻ മംഗലത്ത് ഗ്രൂപ്പുമായി ഒരു പ്രോജക്റ്റിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഹരികളുടെ മൂല്യം വർദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രേണുക ആ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം മംഗലത്ത് ഗ്രൂപ്പ് ഒരിക്കലും ഒരു ബിസിനസ് ഇടപാടിനും അത്ര എളുപ്പത്തിൽ സമ്മതിക്കുന്നവരായിരുന്നില്ല. അവരുടെ ബിസിനസ് വികസിച്ചു വരുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു. ഗൗതം പോലും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞിരുന്നു. പക്ഷേ ആ പാർട്ടിയിൽ ഒരു മൂലയിലിരിക്കുന്ന അർജുൻ മാത്രം ഒരു ചെറു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്റ്റാർ ഹോട്ടലിന് പുറത്ത് ഒരു വലിയ ബഹളത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു. മംഗലത്ത് കാർത്തികേയന്റെ കാറുകൾ അവിടെ എത്തി. അയാളും ജീവനക്കാരും വേഗത്തിൽ അകത്തേക്ക് നടന്ന് രേണുകയുടെ ജന്മദിന പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി. അതുകണ്ട് രേണുകയും കുടുംബവും അത്ഭുതത്തോടെ നിന്നു. ഇത്രയും വലിയ ഒരാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആലോചിച്ച് എല്ലാവരും ഞെട്ടി. പക്ഷെ അപ്പോഴും എന്തോ അജ്ഞാതമായ കാരണത്താൽ കുടുംബനാഥൻ മൈത്രേയൻ അവിടെ ഒരു നിശബ്ദ കാഴ്ചക്കാരനായി മാത്രം നിന്നു. അപ്പോഴേക്കും രേണുക വേദിയിൽ നിന്നിറങ്ങി കാർത്തികേയന്റെ മുന്നിൽ വളരെ മാന്യമായി വന്നു നിന്നു. മംഗലത്ത് കാർത്തികേയൻ സർ, സാർ ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. നമ്മുടെ കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഡീലുകൾ അല്പം മുമ്പ് ഞാൻ ഇവരെ അറിയിച്ചതേ ഉള്ളൂ. അതിനിടയിൽ സാർ ഇവിടെ വന്നു. ഈ ദിവസം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. രേണുക അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാർത്തികേയൻ തന്റെ കൈകൾ കൊണ്ട് രേണുകയുടെ സംസാരം നിർത്താനുള്ള ആംഗ്യം കാണിച്ചു. നിങ്ങൾക്കെന്താ വട്ടുണ്ടോ രേണുക? ഞാൻ നിങ്ങളെ കാണാനോ നിങ്ങളുടെ ചടങ്ങിൽ പങ്കെടുക്കാനോ അല്ല ഇവിടെ വന്നത്. ഞാൻ വന്നത് അർജുന് വേണ്ടിയാ. അർജുൻ, ഞാനൊരു വിഡ്ഢിയായി പോയി. കാർത്തികേയൻ ഗൗരവത്തോടെ അത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് വിറച്ചു. പ്രയാഗ അത്ഭുതത്തോടെ തന്റെ ഭർത്താവ് അർജുന്റെ മുഖത്തേക്ക് നോക്കി. ഗൗതമും ഞെട്ടി വിറച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് കാർത്തികൻ സാർ എന്തായി പറയുന്നേ? അർജുൻ നിങ്ങളെ പോലെ ഇത്രയും വലിയ ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കുന്ന അത്ര വലിയവനാണോ അവൻ? നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ അങ്ങോട്ട് അയച്ചേനെ. എന്നാലും ഇവനെ പോലെയുള്ള ഒരാളെ തേടി സാർ ഇവിടെ എന്തിനാ സാർ? രേണുക അയാളോടത് ചോദിച്ചപ്പോൾ അയാൾ ദേഷ്യത്തോടെയാണ് രേണുകയെ തിരിഞ്ഞു നോക്കിയത്. അപ്പോഴേക്കും അർജുൻ നല്ല സ്റ്റൈലിൽ തന്റെ ടേബിളിൽ നിന്നും എഴുന്നേറ്റ് വന്ന് മംഗലത്ത് കാർത്തികേയന്റെ മുന്നിൽ വന്നത്. നാളുകൾക്ക് ശേഷം അർജുൻ കാർത്തികേയന്റെ മുഖത്തോട് മുഖം നോക്കുകയായിരുന്നു. അത് കണ്ട് കാർത്തികേയന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അയാൾ അർജുന്റെ മുന്നിൽ മുട്ടുകുത്തി അവന്റെ 2 കൈകളും പിടിച്ച് ചുംബിച്ചു. ഇത് കണ്ടതും രേണുകയും കുടുംബവും ഞെട്ടിത്തരിച്ചു നിന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ അർജുൻ? വെറും 4 ജോഡി വസ്ത്രങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ എന്തിനാണ് മുട്ടുകുത്തിയത്? വർഷങ്ങളോളം തപസ് ചെയ്തതിന്റെ ഫലമായാണോ അർജുന്റെ ശരീരത്തിൽ ആ വിചിത്ര ശക്തി ഉണ്ടായത്? അതോ അതൊരുതരം മാന്ത്രിക ശക്തിയുടെ കളിയാണ്? അവന്റെ കയ്യിൽ നിന്ന് പുറത്തു വന്ന ആ രഹസ്യ ചിപ്പിന്റെ രഹസ്യം എന്താണ്? തന്നെ ഭർത്താവായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഭാര്യ പ്രയാഗയിൽ നിന്ന് തന്നെക്കുറിച്ചുള്ള സത്യം അർജുൻ മറച്ചുവെച്ചത് എന്തുകൊണ്ടായിരിക്കും? അർജുൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം പ്രയാഗയ്ക്ക് അറിയാത്തത് എന്തുകൊണ്ട്? അന്നും അർജുന്റെ ജ്യൂസ് കടയിൽ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. തന്റെ തൊഴിലാളികളോടൊപ്പം അവനും കസ്റ്റമേഴ്സിന് ജ്യൂസ് എടുത്തു കൊടുക്കുന്നുണ്ട്. സ്വതവേ സന്തോഷത്തോടെ കാണപ്പെടാറുള്ള അർജുൻ അന്ന് അല്പം അസ്വസ്ഥനായിരുന്നു. കുറച്ച് ദിവസങ്ങളായി തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അവന് തോന്നിയിരുന്നു. അന്ന് കുറച്ചു മുൻപാണ് തന്റെ കടയുടെ മുൻപിൽ പാർക്ക് ചെയ്ത ഒരു കറുത്ത കാറിൽ നിന്ന് 2 പേർ കടയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായത്. ആരായിരിക്കും അവർ? അവരുടെ ലക്ഷ്യം എന്തായിരിക്കും എന്ന ചിന്തയിലിരിക്കെയാണ് ക്ലോക്കിൽ 4 മണി ആയതിന്റെ ബെൽ മുഴങ്ങിയത്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ കട തന്റെ തൊഴിലാളികളെ ഏൽപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അതേസമയം തന്നെ ആ കാറിന്റെ വിൻഡോ ഗ്ലാസ് ഉയരുന്നതും ആരോ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതും അവൻ ശ്രദ്ധിച്ചു. താൻ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നതെന്ന് ഏതാണ്ട് അവന് മനസ്സിലായി. തന്റെ നടത്തത്തിന്റെ വേഗത അവൻ വർദ്ധിപ്പിച്ചു. അവൻ എടുത്തുവെക്കുന്ന ഓരോ ചുവടിലും കാൽക്കീഴിൽ നിന്ന് ഒരു ഫ്ലാഷ് ലൈറ്റ് ഭൂമിയിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. ആകാശത്തു നിന്നുള്ള പ്രകാശം അവന്റെ മേൽ പതിച്ച് ഒരു വൃത്തം പോലെ കറങ്ങുന്നു. കടയിൽ നിന്ന് കുറച്ചകലെ ആളൊഴിഞ്ഞ ഒരു സ്ട്രീറ്റിലെത്തിയതും അവന്റെ വഴിക്ക് കുറുകെ ഒരു ആഡംബര കാർ വന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. വീഴാതിരിക്കാൻ അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു നിന്നു. അരിച്ചു വന്ന ദേഷ്യം കടിച്ചമർത്തി അവൻ അവിടെ നിന്നും മാറി റോഡരികെ ചേർന്ന് നടക്കാൻ തുടങ്ങി. അതേ നിമിഷം തന്നെ മറുവശത്ത് നിന്ന് മറ്റൊരു കാർ കൂടി വന്ന് അർജുനെ തടഞ്ഞു. അവൻ ദേഷ്യം കൊണ്ട് തന്റെ മുഷ്ടി ചുരുട്ടി നിന്ന സമയം ആ കാറിൽ നിന്ന് ഒരു വൃദ്ധൻ ഇറങ്ങി. അയാൾ അർജുന്റെ അടുത്തേക്ക് എത്തിയതും തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ നിന്നൊരു പാമ്പ് വൃദ്ധന്റെ മേൽ ചാടി വീണു. അത് കണ്ട് അർജുൻ പാമ്പിനെ രൂക്ഷമായി നോക്കിയതും അത് അതിവേഗം പിൻവാങ്ങി. പെട്ടെന്നുണ്ടായ ഈ സംഭവത്തിൽ ഭയന്നു വിറച്ച വൃദ്ധൻ അല്പനേരം കൊണ്ട് സമനില വീണ്ടെടുത്തു. അർജുൻ മാറി നടക്കാൻ തുടങ്ങിയതും അയാൾ ധൃതിയിൽ ചെന്ന് അവനെ തടഞ്ഞു. അർജുൻ, നിനക്ക് എവിടെയാ പോവേണ്ടത്? ഞാൻ നിന്നെ അവിടെ എത്തിക്കാം, വാ. അയാൾ അവനോട് പറഞ്ഞു. താങ്ക്സ് ഫോർ യുവർ കൺസിഡറേഷൻ, ബട്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല. അർജുൻ അയാളെ അവഗണിച്ച് വീണ്ടും മുന്നോട്ട് നടക്കാനാഞ്ഞപ്പോൾ 2 കാറുകൾ കൂടി അവന് മുന്നിലായി വന്നു നിന്നു. അത് കണ്ടതും അവൻ അയാളെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി.
നിന്റെ മുന്നിൽ വേറെ വഴികളില്ല മിസ്റ്റർ അർജുൻ കാർത്തികേയൻ. അർജുന്റെ മുഖഭാവം കണ്ടതും വൃദ്ധൻ ചിരിയോടെ പറഞ്ഞു, ഞാൻ അർജുൻ കാർത്തികേയൻ അല്ല, അർജുൻ സൈരന്ധ്രിയാണ്. കാർത്തികേയന്റെയോ മംഗലത്ത് തറവാടിന്റെയോ ഐഡന്റിറ്റി എനിക്ക് വേണ്ട. അർജുൻ അയാളോട് അലറി. നീ എത്ര നിഷേധിച്ചാലും നിന്റെ ഞരമ്പുകളിൽ ഒഴുകുന്നത് അദ്ദേഹത്തിന്റെ ചോരയാണ്. നീയല്ല, ആരൊക്കെ പറഞ്ഞാലും മംഗലത്ത് തറവാടിന്റെ അവകാശി നീ മാത്രമാണ്. അത് ഈ സ്വാമിയങ്കൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക്. വൃദ്ധൻ വീണ്ടും പറഞ്ഞു, ദേ നോക്ക്, ഞാൻ സൈരന്ധ്രിയുടെ മകനാണ്. അവരാണ് എനിക്കെല്ലാം. വേറെ ആരെക്കുറിച്ച് എനിക്ക് അറിയണ്ട. എന്റെ വഴിയിൽ ഒരു തടസ്സവുമായി വരാതിരിക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങളെ അയച്ചവരോട് പോയി പറഞ്ഞേക്കേ. അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. അപ്പുറത്തു നിന്ന് ആൾക്കാർ വരുന്നത് ശ്രദ്ധിച്ച് കാറിൽ നിന്ന് ഇറങ്ങിയ കറുത്ത വസ്ത്രക്കാർ അർജുനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി. ഹേ, എന്നെ വിട്. നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ അങ്ങോട്ട് വരില്ല. അവർ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാനും പോകുന്നില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. അർജുൻ മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ പറഞ്ഞു. ദേഷ്യത്തിന്റെ കാര്യത്തിൽ നീ നിന്റെ അച്ഛന്റെ മോൻ തന്നെ. അർജുൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കേ. നിന്നെയും കാത്ത് ഒരു കുടുംബം മുഴുവൻ അവിടെയുണ്ട്. അയാൾ അവനെ സമാധാനത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. നിങ്ങളോട് ഞാൻ ഒരു തവണ പറഞ്ഞു, എന്നെ ആ കുടുംബത്തോടൊപ്പം ചേർത്ത് പറയരുത് എന്ന്. അർജുൻ ദേഷ്യത്തോടെ പറഞ്ഞു. പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. ആ കുടുംബത്തിൽ ഏക അവകാശിയല്ലേ നീ? സ്വാമി വീണ്ടും പറഞ്ഞു. അയാളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ അർജുൻ മുഖം വെട്ടിച്ചു. എന്തു വന്നാലും ഇന്ന് അവനെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് അയാൾ മനസ്സിലുറപ്പിച്ചു. നിന്റെ മുത്തശ്ശിനു വേണ്ടി ഒന്ന് അവിടെ വരാൻ കൂട്ടാക്കില്ലേ നീ? 2 വർഷത്തോളമായി അദ്ദേഹം കിടപ്പിലാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ നിന്നെ അന്വേഷിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. നിന്നെ ഇവിടെ കണ്ടെത്തിയെന്നറിഞ്ഞതു മുതൽ നീ മുത്തശ്ശിനെ കാണാൻ വരുന്നതും കാത്തിരിക്കുകയാണ് അദ്ദേഹം. അയാൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. എന്നെയും എന്റെ അമ്മയെയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അന്ന് അവസാനിച്ചിരുന്നു കുടുംബവുമായുള്ള എല്ലാ ബന്ധവും. അർജുൻ പറഞ്ഞു. നിങ്ങളെ അവിടെ നിന്നും പുറത്താക്കാൻ ആർക്കും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നിനക്കെല്ലാം അറിയുന്നതല്ലേ മോനെ? അയാൾ വിനയത്തോടെ പറഞ്ഞു. വർഷം 15 കഴിഞ്ഞെങ്കിലും ആ വീട്ടിൽ നടന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല അങ്കിൾ. ഇന്ന് ഇത്രയും സ്നേഹം കാണിക്കുന്ന ആ മനുഷ്യൻ എന്തേ അന്ന് എന്റെ അമ്മയുടെ കണ്ണുനീർ കണ്ടില്ല? തെറ്റ് ചെയ്തത് സ്വന്തം മകനാണെന്ന് അറിഞ്ഞിട്ടും മോനെ ന്യായീകരിക്കാനല്ലേ നോക്കിയത്? അമ്മ അന്ന് കരഞ്ഞുകൊണ്ട് എന്റെ കയ്യും പിടിച്ചിറങ്ങുമ്പോ ആ ഇറയത്തി തന്നെ ഉണ്ടായിരുന്നു മംഗലത്ത് രാജശേഖരൻ. അർജുൻ പറഞ്ഞു നിർത്തിയതും അയാൾ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു. അന്ന് എന്റെ അമ്മയ്ക്കുണ്ടായ അപമാനം നിങ്ങളെല്ലാവരും മറന്നിട്ടുണ്ടാവും. പക്ഷെ ഞാനത് മറന്നിട്ടില്ല. ഇനി ഒരിക്കലും മറക്കാനും പോകുന്നില്ല. എന്റെ അമ്മ അയാളിൽ നിന്ന് വിവാഹമോചനം നേടിയ അന്നു മുതൽ ആ വീടുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. അർജുൻ അത്യധികം ദേഷ്യത്തോടെ പറഞ്ഞു. ശരിയാണ്, അന്ന് നടന്നതൊന്നും ആർക്കും തിരുത്താൻ കഴിയാത്തതാണ്. അച്ഛനും വീട്ടുകാരുമായുള്ള എല്ലാ ബന്ധവും നീ ഉപേക്ഷിച്ചതുകൊണ്ട് നീ അങ്ങോട്ട് വരുന്നില്ല. പക്ഷേ എന്തിനാണ് നീ പാലക്കൽ തറവാട്ടിലുള്ളവരുടെ ആക്ഷേപവും അപമാനവും സഹിച്ചു നിൽക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നീ ആ കുടുംബത്തിലെ മരുമകനായി നിന്റെ ലൈഫ് നശിപ്പിക്കുന്നത്? അയാൾ ചോദിച്ചു. അത് കേട്ടതും അർജുൻ ഒരു നിമിഷം നിശബ്ദനായി. ഇതെന്റെ ലൈഫാണ്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതും പറഞ്ഞ് അവൻ കാറിൽ നിന്ന് ഇറങ്ങി അടുത്തു കണ്ട ഓട്ടോയിൽ കയറിപ്പോയി. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് സ്വാമി അർജുൻ പോകുന്ന ദിശയിലേക്ക് തന്നെ നോക്കി നിന്നു. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അർജുൻ. എന്താ എത്ര വൈകിയത്? ഇന്നത്തെ ദിവസം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അവൾ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. സോറി, ഞാൻ കൃത്യസമയത്ത് ഇറങ്ങിയതാണ്. പക്ഷെ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നടന്നു, അതാ വൈകിയത്. അർജുൻ മറുപടി പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ലക്ഷറി കാർ റിസോർട്ടിന്റെ ഗേറ്റ് കടന്നു വന്നു. കാർ പാർക്ക് ചെയ്യുന്നതിനിടെ കാറിലുണ്ടായിരുന്ന ആൾ അവിടെ നിന്ന് അർജുനെയും പ്രയാഗയെയും കണ്ടു. അർജുനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ചുവന്നു, വിരലുകൾ സ്റ്റിയറിംഗിൽ മുറുകി. അവൻ കാർ പാർക്ക് ചെയ്ത് അർജുന്റെയും പ്രയാഗയുടെയും മുന്നിൽ വന്നു. അർജുനെ ഒന്ന് നോക്കി അവൻ പ്രയാഗയോട് സംസാരിക്കാൻ തുടങ്ങി. ഹായ് പ്രയാഗ, വന്നതേ ഉള്ളോ? ലേറ്റ് ആയല്ലോ. ഓ, ആ ജ്യൂസ് കട അടയ്ക്കാൻ ലേറ്റായി കാണൂ അല്ലേ? എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നെ പിക്ക് ചെയ്യുമായിരുന്നല്ലോ. അവൻ അർജുനെ നോക്കി പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പ്രയാഗയോട് പറഞ്ഞു. ഗൗതം, പ്ലീസ് നീ അകത്തേക്ക് ചെല്ല്. പ്രയാഗ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു. ഇന്ന് നമ്മുടെ കാവ്യയുടെ എൻഗേജ്മെന്റ് ആണ്. ഈ സമയത്ത് നീ ഇവിടെ നിന്ന് ഇവനോടൊക്കെ സംസാരിച്ച് സമയം കളയുവാണോ?
നമ്മുടെ സ്റ്റാറ്റസിന് ചേരാത്ത ഇവനെയൊന്നും ഇവിടെ കൊണ്ടുവരാൻ തന്നെ പാടില്ലായിരുന്നു, ഗൗതം പറഞ്ഞു. ഗൗതം എന്തൊക്കെ പറഞ്ഞിട്ടും അർജുന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. അർജുനെ അങ്ങനെ കണ്ടതും അവന്റെ ഉള്ളിൽ ദേഷ്യം വന്നു. അവന്റെ ഒരു ചിരി. ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നിനക്കുള്ള പണി ഞാൻ തരാം, അപ്പോഴും കാണണം ഈ ചിരി. അർജുൻ, നമുക്ക് എന്തായാലും ഇന്ന് കാവ്യയോട് അച്ഛന്റെ ബിസിനസിനെ കുറിച്ച് സംസാരിക്കണം. അവളുടെ വുഡ് ബി രാഹുൽ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്താൽ നമ്മുടെ ബിസിനസ് രക്ഷപ്പെടും. അവനും അവന്റെ ഫാമിലിയും വലിയ പണക്കാരാ. പക്ഷെ ആ ഗൗതം, അവനെ നീ സൂക്ഷിക്കണം അർജുൻ. അവൻ ഏത് വിധേനയും നമ്മളെ തടയാൻ ശ്രമിക്കും. സോ പ്ലീസ് ഒരു ഇഷ്യൂ ഉണ്ടാവാതെ നോക്കണേ. അവന് മുന്നറിയിപ്പ് കൊടുത്തു അവൾ. നീ വാ, നമ്മൾ ഓൾറെഡി ലേറ്റാണ്. ഫംഗ്ഷൻ ഇപ്പൊ തുടങ്ങും. ഉള്ളിലേക്ക് പോകാം. അർജുൻ അവളെയും കൂട്ടി ഉള്ളിലേക്ക് നടന്നു. അവർ രണ്ടുപേരും അകത്തേക്ക് വരുന്നത് കണ്ടിട്ടും അവരെ ആരും മൈൻഡ് ചെയ്തില്ല. അവർ ചെന്ന് ഒരിടത്തിരുന്നു. അർജുന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അന്ന് വൈകുന്നേരം ഉണ്ടായ സംഭവങ്ങളിലും ഗൗതമിന്റെ സംസാരവും മറ്റുമായി തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുമോ എന്നവൻ ഭയന്നു. ഞാൻ വാഷ്റൂമിൽ പോയി വരാം, അർജുൻ പ്രയാഗയോട് പറഞ്ഞ് ധൃതിയിൽ എഴുന്നേറ്റു. 1-2 ചുവടുകൾ വെച്ച ശേഷം ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അവൻ ചുറ്റും നോക്കി. പെട്ടെന്ന് കാറ്റിനേക്കാൾ വേഗത്തിൽ അവൻ അതിന്റെ ഉള്ളിലേക്ക് കയറി. അവൻ അതിനുള്ളിലെ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ നിന്നും ഒരു ചെറിയ വെളിച്ചം വന്ന് മുറിയിലാകെ പരന്നു. അവൻ തന്നെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. അതിനിടയിൽ അവിടെ ആരോ വരുന്ന ശബ്ദം കേട്ടതും പെട്ടെന്ന് കണ്ണുകൾ അടച്ചു നിന്നു. കുറച്ചു സമയം കഴിഞ്ഞ് കണ്ണു തുറന്നതും തന്റെ മനസ്സ് നിയന്ത്രണത്തിലായെന്ന് അവന് തോന്നി. അവൻ തിരിച്ച് ഫംഗ്ഷൻ ഹാളിൽ കയറി പ്രയാഗയുടെ അടുത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗതം വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നു. പ്രയാഗ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ആ പ്രയാഗ, എന്താ നിന്റെ കയ്യിൽ? ഓ, കാവ്യയ്ക്കുള്ള ഗിഫ്റ്റാണോ? ഒരു പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിലെ ഗിഫ്റ്റ് എടുക്കാൻ ശ്രമിച്ചു. അതിഷ്ടപ്പെടാതെ അവൾ തന്റെ ഗിഫ്റ്റ് മുറുകെ പിടിക്കുകയും അവന്റെ കൈ ശക്തിയോടെ തട്ടിമാറ്റുകയും ചെയ്തു. ഓ, ഭയങ്കര വില കൂടിയ ഗിഫ്റ്റാണെന്ന് തോന്നുന്നല്ലോ. എനിക്ക് വേണ്ടായേ. ബൈ ദ വേ, ഇവനാണോ ഈ ഗിഫ്റ്റ് വാങ്ങാൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്? എങ്കിലും 1 കിലോ മാങ്ങയോ മുന്തിരിയോ എങ്ങാനും ആയിരിക്കും കാവ്യയ്ക്കും രാഹുലിനും ജ്യൂസ് അടിക്കാൻ. അവൻ പരിഹാസത്തോടെ പറഞ്ഞു. ഗൗതം, പ്രയാഗ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാക്ക് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ വിളിച്ചു. ഓ, ഞാനൊന്നും പറയുന്നില്ല. അല്ല, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ എന്റെ ഡിയറസ്റ്റ് കസിൻ അല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നമ്മുടെ ഫാമിലി സ്റ്റാറ്റസിനനുസരിച്ച് ഒരാളെ കെട്ടാൻ. ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. നീ ഈ യൂസ്ലെസ്സിനെ ഡിവോഴ്സ് ചെയ്യേ. ഐ വിൽ ഫൈൻഡ് സമ്മൺ ഫാർ ഫാർ ബെറ്റർ ദാൻ ദിസ് ഇഡിയറ്റ്. ഗൗതം അഹങ്കാരത്തോടെ പറഞ്ഞു. അത് കേട്ടതും തന്റെ സകല നിയന്ത്രണവും നഷ്ടമായ പ്രയാഗ അവന് നേരെ തിരിഞ്ഞു. ഗൗതം, നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? അതോ ഇനിയുമുണ്ടോ? പ്രയാഗ ദേഷ്യത്തോടെ ചോദിച്ചു. അവളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അവൻ അർജുന് നേരെ വീണ്ടും തിരിഞ്ഞു. അല്ല അർജുൻ, നിനക്ക് എന്ത് യോഗ്യതയാ ഉള്ളത് ഞങ്ങളുടെ കൂടെ ഈ കുടുംബത്തിന്റെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ? ഗൗതം പിന്നെയും ചോദിച്ചു. ഇത് കണ്ട പ്രയാഗ ദേഷ്യത്തോടെയും വിഷമത്തോടെയും മുഖം തിരിച്ച് അർജുനെ നോക്കി. അവൻ അതേ പുഞ്ചിരിയോടെ ഒന്നും പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു. ഞാനത് ഓർത്തില്ല. നിന്റെ അമ്മായിയച്ഛൻ, അതായത് എന്റെ വല്യച്ഛൻ നടത്തുന്ന ഫാക്ടറി എപ്പോ വേണമെങ്കിലും പൂട്ടിപ്പോകും. അവിടുത്തെ വർക്കേഴ്സിന് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. സോ ഇതുപോലുള്ള എക്സ്പെൻസീവ് ഗിഫ്റ്റും കൊണ്ട് നിങ്ങൾക്ക് കാവ്യയെ ഇംപ്രസ് ചെയ്യണം, രാഹുലിന്റെ ഹെൽപ്പ് ചോദിക്കണം. ഇതല്ലേ നിന്റെയും ഇവന്റെയും മാസ്റ്റർ പ്ലാൻ? നിന്റെയൊക്കെ ഈ ചീപ്പ് ഐഡിയാസ് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്നാണോ കരുതിയത്? അവൻ പരിഹാസത്തോടെ പറഞ്ഞു. ഹോ, ഈ ഗൗതം, നീ കാരണമാ ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിട്ടൂടെ ഇവനെ? അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് അർജുന്റെ അടുത്ത് ചെന്ന് പതിയെ പറഞ്ഞു. അർജുൻ, അവൻ പറയുന്നതൊന്നും നീ കാര്യാക്കണ്ട. ജസ്റ്റ് ഇഗ്നോർ ഹിം. ഹി ഈസ് എൻ ഇഡിയറ്റ്. അവൾ പറഞ്ഞതും അർജുൻ അവളുടെ കയ്യിൽ പിടിച്ചു. ചെറുതായി കണ്ണ് ചിമ്മി കാണിച്ചു. അവൻ പറഞ്ഞതൊന്നും താൻ കാര്യമാക്കുന്നില്ല എന്ന പോലെ. ശേഷം അവളെയും കൂട്ടി അവിടെ നിന്നും പോയി. ഇപ്പൊ നീ പോയിക്കോ. നിന്റെ ഈ കളികളൊക്കെ എത്ര കാലം പോകുമെന്ന് നമുക്ക് കാണാം. അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗൗതം തിരിഞ്ഞു നടന്നു. പാലക്കൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടവരും ബിസിനസ് രംഗത്തെ പ്രമുഖരും മറ്റ് പ്രധാന അതിഥികളുമായി ഫംഗ്ഷൻ ഹാൾ മുഴുവൻ നിറഞ്ഞിരുന്നു. അതിഥികൾ ഓരോരുത്തരായി സ്റ്റേജിലേക്ക് കയറി കാവ്യയ്ക്കും രാഹുലിനും സമ്മാനങ്ങൾ നൽകുകയും ആശംസകൾ അറിയിക്കുകയും ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
ഗൗതം അടുത്തെങ്ങുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം പ്രയാഗ അർജുനോട് പറഞ്ഞു, ഞാൻ കാവ്യയുടെ അടുത്ത് പോയി അവളോട് സംസാരിച്ച് ഈ ഗിഫ്റ്റും കൊടുത്തിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരിക്കണേ അർജുൻ. പിന്നെ സൂക്ഷിക്കണം, ആ ഗൗതം എന്തെങ്കിലും ഒപ്പിച്ചു വെക്കും. നേരത്തെ ചെയ്തതുപോലെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. അവന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അവൾ സ്റ്റേജിലേക്ക് കയറിപ്പോയി. പണവും പെരുമയും വിളിച്ചോതുന്ന രീതിയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങിയിരുന്നു കാവ്യ. തന്റെ സമ്മാനവുമായി പ്രയാഗ അവളുടെ അടുത്തേക്ക് ചെന്നു. കൺഗ്രാറ്റ്സ് ഡിയർ. എന്നും എപ്പോഴും രണ്ടാളും ഇതുപോലെ ഹാപ്പി ആയിരിക്കട്ടെ. ബെസ്റ്റ് വിഷസ് ടു ബോത്ത് ഓഫ് യു. പ്രയാഗ ഗിഫ്റ്റ് നീട്ടിക്കൊണ്ട് കാവ്യയോടും രാഹുലിനോടുമായി പറഞ്ഞു. എന്നാൽ പ്രയാഗയെ കണ്ടതും കാവ്യയുടെ ഭാവം മാറി. അതുവരെ അവളുടെ മുഖത്തുണ്ടായിരുന്ന പുഞ്ചിരി മാഞ്ഞു. ഇത് അവിടെ എങ്ങാനും വെച്ചേക്ക്, എനിക്ക് വേണ്ട നിന്റെ സമ്മാനം. പ്രയാഗയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് കാവ്യ പറഞ്ഞു. ഒരു നിമിഷം അവളുടെ ഭാവവും സംസാരവും പ്രയാഗയ്ക്ക് ഉള്ളിൽ വളരെയധികം വിഷമം തോന്നിപ്പിച്ചുവെങ്കിലും അവളത് പുറമേ കാണിക്കാതെ വീണ്ടും മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു. കാവ്യ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. നീ ഫ്രീ ആവുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ വിളിക്കാം, അവൾ പറഞ്ഞു. ഹോ, സ്റ്റോപ്പ് ഇറ്റ് പ്രയാഗ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കണ്ട. നീ പറയുന്നതൊന്നും കേൾക്കുകയും വേണ്ട. നീ എന്തിനാണ് ഈ ഗിഫ്റ്റും കൊണ്ട് ഇന്നിവിടെ വന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. നിന്റെ കൂർമ്മബുദ്ധി ആർക്കും മനസ്സിലാവില്ലെന്ന് കരുതിയോ നീ? നിന്റെ അച്ഛന്റെ ബിസിനസ് തകർന്നു പോകാതിരിക്കാൻ എന്റെ രാഹുലിന്റെ സഹായം വേണം. അതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യണം, അതല്ലേ നിന്റെ ഉദ്ദേശം? നടക്കില്ല പ്രയാഗ. അതിനായി നീ ഇവിടെ നിൽക്കണമെന്നില്ല. നിനക്ക് പോകാം, കാവ്യ നിർദാക്ഷിണ്യം പറഞ്ഞു. അത് കേട്ടതും പ്രയാഗയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച പോലെയായി. ഇനി എന്ത് എന്ന ചോദ്യം അവളുടെ മനസ്സിൽ വന്നു. അവരുടെ മുത്തശ്ശൻ പാലക്കൽ നീലകണ്ഠൻ ജീവിച്ചിരുന്ന കാലത്ത് അവർ സഹോദരികളെക്കാൾ ഉപരി വളരെ അടുത്ത കൂട്ടുകാരികളായിരുന്നു. പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത പ്രയാഗ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി അവളോട് സംസാരിക്കാമെന്ന് തീരുമാനിച്ചു. തിരക്കൊഴിയാൻ കാത്ത് സ്റ്റേജിൽ തന്നെ നിന്നു. താഴെ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അർജുന് തന്റെ ഭാര്യയ്ക്കുണ്ടായ അപമാനം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അർജുൻ ഇരിക്കുന്ന അതേ മേശയ്ക്കരികിലായി ആ കുടുംബത്തിലെ മറ്റു മരുമക്കളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നുകിൽ വലിയ ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നു. ഓരോരുത്തരും അവരുടെ പുതിയ പുതിയ ബിസിനസ്സുകളെക്കുറിച്ചും പുതിയ ഷെയറുകളെക്കുറിച്ചും പറഞ്ഞ് സമയം കളയുകയാണ്. അർജുനോട് മിണ്ടാനോ അവന്റെ മുഖത്ത് ഒന്ന് നോക്കാനോ ആരും ശ്രമിച്ചില്ല. അതിനിടയിൽ ഗൗതം വീണ്ടും തിരിച്ചുവന്നു. ഒരു ഗ്ലാസിൽ സ്പൂൺ കൊണ്ട് തട്ടി ശബ്ദമുണ്ടാക്കി എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് ആകർഷിച്ചു. ഹലോ ഗൈസ്, നമ്മുടെ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് കാവ്യയുടെയും രാഹുലിന്റെയും ലൈഫിലെ ബിഗ്ഗസ്റ്റ് ഡേ ആണെന്ന്. അവരെ പോലെ തന്നെ നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. സോ കം ഓൺ, ലെറ്റ്സ് ഓൾ ഹാവ് സം ഫൺ ടുഗദർ ആൻഡ് എൻജോയ് ദിസ് ഈവനിങ്. അവൻ അത് പറഞ്ഞുകൊണ്ട് കയ്യിലെ ഗ്ലാസ് ഉയർത്തി. എല്ലാവരും കൈയടിച്ചുകൊണ്ട് അവരുടെ സന്തോഷം കൈമാറി. അവനൊരു ഷാമ്പയിൻ ബോട്ടിൽ എടുത്തു കുലുക്കി അർജുന്റെ മുന്നിൽ വന്നു തുറന്നു. ആ ഷാമ്പയിൻ മുഴുവൻ അർജുന്റെ മുഖത്തും ദേഹത്തും തെറിച്ചു. അത് കണ്ട് ചുറ്റും കൂടി നിന്നവരെല്ലാം ഉറക്കെ ചിരിച്ചു. ഗൗതം അർജുനെ നോക്കി കണ്ണുകളിറുക്കി. ഗൗതമിന്റെ പ്രവൃത്തിയിൽ അർജുന്റെ ക്ഷമയുടെ കടിഞ്ഞാൻ പൊട്ടിയിരുന്നു. ഈ സമയം വരെ അവൻ പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം സമാധാനത്തോടെ വിട്ടുകളഞ്ഞതാണ്. എന്നിട്ടും അർജുന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. ഗൗതമിനെ പോലെ ഒരുവനെ നേരിടുക എന്നത് അവനെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അവനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികൾ ഏതു നിമിഷവും പുറത്തു വരാനായി ഒരുങ്ങി നിൽക്കുകയാണ്. ഇവന്റെ തൊലിക്കെട്ടി അബ്ബാരം തന്നെ. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഇൻസൾട്ടഡ് ആയിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ? അവനറിയാ കാൽ കാശിന് ഗതിയില്ലാത്ത അവന് എന്നോടൊന്നും ഏറ്റുമുട്ടാൻ കഴിയില്ല എന്ന്. പക്ഷെ ഇവിടം കൊണ്ടൊന്നും നിർത്തുന്നില്ല ഈ ഗൗതം. ഗൗതം അവനെ നോക്കി മനസ്സിലുരുവിട്ടു. തന്റെ ശരീരം മുഴുവൻ മദ്യം മണക്കുന്നതിനാൽ അവൻ അവിടെ ഇരിക്കാതെ എണീറ്റുപോയി. പിന്നാലെ ആരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ഗൗതമും. ഗൗതം തന്റെ പിന്നാലെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അർജുൻ പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി. അപ്രതീക്ഷിതമായി അവൻ തിരിഞ്ഞതും അവനെ കണ്ട് ഗൗതം നിയന്ത്രണം വിട്ട് അടുത്ത മദ്യക്കുപ്പികൾ നിരത്തിയ മേശയുടെ മേൽ ചെന്നു വീണു. മേശപ്പുറത്തിരുന്ന കുപ്പികളെല്ലാം അവന്റെ ഭാരത്താൽ താഴെ വീണു പൊട്ടി. അതിലെ മദ്യമെല്ലാം അവിടമാകെ പരന്നൊഴുകി. ആ ഹാൾ മുഴുവൻ അതിന്റെ ഗന്ധം നിറഞ്ഞു. എല്ലാം നിമിഷനേരം കൊണ്ട് സംഭവിച്ചതിനാൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. യു ബ്ലഡി, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എന്നെ തള്ളിയിട്ടത്? അങ്ങേയറ്റം ദേഷ്യത്തോടെ ഗൗതം അർജുനോട് അലറി. എന്താ ഇവിടെ? അവരുടെ അടുത്തേക്ക് രാഹുലും ഒപ്പം കാവ്യയും പ്രയാഗയും വന്നു. ഇത് കണ്ടോ രാഹുൽ? ഇവൻ ഈ അർജുൻ
ഒരു കാര്യവുമില്ലാതെ എന്നോട് വഴക്കിട്ടു, എന്നെ നിലത്ത് തള്ളിയിട്ടു. നമ്മുടെ സന്തോഷം ഇവന് സഹിക്കുന്നില്ല. അതിന്റെ ചുരുക്കമാണ്. ഈ പാർട്ടിയുടെ മൂഡ് തന്നെ തകർത്തു. ഗൗതം രാഹുലിനോട് പറഞ്ഞു. എന്താ ഇത് അർജുൻ, തനിക്ക് തീരെ മാനേഴ്സ് ഇല്ലേ? ഇങ്ങനെയാണോ ഒരു പാർട്ടിയിൽ പങ്കെടുക്കേണ്ടത്? രാഹുൽ അമർഷത്തോടെ ചോദിച്ചു. ഇല്ല, ഞാൻ അവനെ തൊട്ടിട്ടില്ല രാഹുൽ, സത്യം, അർജുൻ പറഞ്ഞു. എന്നിട്ട് ഗൗതമിന് നേരെ തിരിഞ്ഞു. എന്തിനാ ഗൗതം നീ നുണ പറയുന്നത്? ഇവിടെയുള്ളവരെല്ലാം കണ്ടതല്ലേ നടക്കുന്നത് എന്താണെന്ന്. വേണമെങ്കിൽ അവരോട് ചോദിച്ചു നോക്കൂ, അർജുൻ പറഞ്ഞു. രാഹുൽ, അവനാ കള്ളം പറയുന്നത്. ഇവിടെയുള്ളവരെയെല്ലാം ഞാൻ വൈൻ കുടിക്കാനും പാർട്ടി ആഘോഷിക്കാനും ഇൻവൈറ്റ് ചെയ്തപ്പോ എവിടെ നിന്നാണെന്ന് അറിയില്ല അർജുൻ കയറി വന്നു. വന്നയുടനെ അവൻ എന്നോട് വഴക്കിട്ടു. നിനക്ക് സംശയമാണെങ്കിൽ ദേ അവരോട് ചോദിച്ചു നോക്കൂ, ഗൗതം എല്ലാവർക്കും വിശ്വാസമാകുന്ന രീതിയിൽ പറഞ്ഞു. അവിടെ എല്ലാവരും ഗൗതമിന്റെ കുടുംബാംഗങ്ങളാണ്. അവർക്ക് ആർക്കും അർജുനെക്കുറിച്ച് വലിയ അറിവില്ല. നടന്ന കാര്യങ്ങൾ കണ്ടില്ലെങ്കിലും ഗൗതമിനെ പിണക്കാൻ സാധിക്കില്ല. അതേ രാഹുൽ, ഗൗതം പറഞ്ഞതാണ് ശരി. അർജുൻ വന്നപ്പോൾ തന്നെ ഒരുപാട് കുടിച്ചിരുന്നു എന്ന് കള്ളം പറഞ്ഞ് അവർ ഗൗതമിനെ പിന്തുണച്ചു. അർജുനെ ആരാണ് ഈ ഫംഗ്ഷൻ ക്ഷണിച്ചത്? ഇത്രയും വലിയ കുടുംബത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ടുവന്ന മഹാദേവനെ വേണം ആദ്യം പറയാൻ. അതിഥികൾ ഓരോരുത്തരായി അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്താ അർജുനിത്? ഞാൻ എത്ര തവണ പറഞ്ഞതാ നിന്നോട്, നിനക്കൊന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? പ്രയാഗയ്ക്ക് ദേഷ്യവും സങ്കടവും തോന്നി. അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അർജുനെ വഴക്കു പറഞ്ഞു. അർജുൻ അവളുടെ മുന്നിൽ നിസ്സഹായനായി നിന്നു. അത് കേട്ടതും ഗൗതമിന് വാശി കൂടി. പ്രയാഗ, നീയും അർജുനും ഇപ്പോ ഇവിടെ വെച്ച് കാവ്യയോടും രാഹുലിനോടും മാപ്പു പറയണം, അവൻ പറഞ്ഞു. അവൾ കണ്ണീരോടെ അർജുനെ നോക്കി. പ്രയാഗയ്ക്ക് വേണ്ടി അവൻ അതിനും തയ്യാറായിരുന്നു. രാഹുൽ, കാവ്യ, നിങ്ങളുടെ ലൈഫിലെ ഈ സന്തോഷകരമായ ദിവസത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. റിസോർട്ടിന് പുറത്ത് മുന്നിലെ തിരക്കേറിയ റോഡിലേക്ക് നോക്കി നിൽക്കുകയാണ് അർജുൻ. അവന്റെ മനസ്സ് മുഴുവൻ താൻ കാരണം പ്രയാഗ അപമാനിക്കപ്പെട്ടു എന്ന വിഷമമായിരുന്നു. പോവാം അർജുൻ. പ്രയാഗ അവിടേക്ക് വന്നു. അവൾ തന്റെ പുറകെ പുറത്തു വന്നതിൽ അർജുൻ അത്ഭുതപ്പെട്ടു. നീ എന്തിനാ പ്രയാഗ ഇത്രയും പെട്ടെന്ന് വന്നത്? അവരോട് സംസാരിക്കാനുള്ള നല്ല ചാൻസ് ആയിരുന്നില്ലേ അത്? അവൻ ചോദിച്ചു. നീ എന്റെ ഭർത്താവാണ് അർജുൻ. നിന്നെ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നത് പോലെയാ. ഇനിയും എന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതാ നിനക്ക് പിന്നാലെ ഞാനും ഇറങ്ങിയത്, അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. അപ്പോ അച്ഛന്റെ ബിസിനസ് കാര്യം? അവൻ ചോദിച്ചു. അറിയില്ല അർജുൻ, എന്തെങ്കിലും ഒരു വഴി കാണാം, വാ. അവൾ മുന്നോട്ട് നടന്നു, പിന്നാലെ അവനും. ഇരുവരും ഒന്നും മിണ്ടാതെ നടന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, ഉറച്ച ശബ്ദത്തോടെ പ്രയാഗ പറഞ്ഞതും അർജുന്റെ കണ്ണുകൾ വിടർന്നു. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? അർജുൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. നിനക്ക് മദ്യപിക്കുന്ന ശീലമില്ലെന്ന് എനിക്കറിയാലോ. ഇതെല്ലാം ഗൗതം മനഃപൂർവ്വം ചെയ്തതാ, പ്രയാഗ പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ അർജുനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. നിനക്ക് എന്നിലുള്ള ഈ വിശ്വാസം ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല. ഒരിക്കലും ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല, അവൻ മനസ്സിലുറപ്പിച്ചു. അവന്റെ മുഖത്തെ സന്തോഷം കണ്ടതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പ്രയാഗ സംസാരിക്കാൻ തുടങ്ങി. ഇതൊന്നും കണ്ട് നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും. അതിലിനി മാറ്റങ്ങളൊന്നുമില്ല. പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും എന്ത് മറുപടി പറയണം എന്നറിയാതെ അർജുൻ അവിടെ തന്നെ നിന്നു. പിന്നീട് അധികം വൈകാതെ തന്നെ ഇരുവരും വീട്ടിലെത്തി. അവിടെ എത്തുമ്പോൾ പ്രയാഗയുടെ അച്ഛനമ്മമാരായ മഹാദേവനും രേണുകാദേവിയും അവരെ കാത്ത് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. അർജുനെ കണ്ടതും രേണുകയുടെ മുഖം ഇരുണ്ടു. എല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു നാണവുമില്ലാതെ വന്നിരിക്കുന്നത് കണ്ടില്ലേ? അവർ അവനെ നോക്കി അലറി. ഫംഗ്ഷനിൽ നടന്നതൊന്നും ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ നീ? നാശം പിടിച്ചവൻ. നീ എന്ന് ഈ കുടുംബത്തിൽ കാലുകുത്തിയോ അന്നു മുതൽ തുടങ്ങിയതാ ഞങ്ങളുടെ കഷ്ടകാലം. ഇന്ന് ആ ഫംഗ്ഷന് പോയതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാമോ? എന്റെ മോള് പണമുണ്ടാക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എല്ലാ പ്രതീക്ഷകളും തകർത്തത് നീ ഒറ്റ ഒരാളാണ്. രേണുക വളരെയധികം ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ഒന്ന് നിർത്തമ്മേ. എന്തറിഞ്ഞിട്ട് അമ്മ അർജുനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവർക്ക് നമ്മളെ സഹായിക്കാനുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് അർജുനെ ഒരു കാരണമാക്കി എന്നേയുള്ളൂ. പ്രയാഗ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഭ്രാന്താണോ പ്രയാഗ? ഇപ്പോഴും ഇവനു വേണ്ടി വക്കാലത്ത് പറയാൻ? ഇവൻ കാരണമാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയത്.
ഇന്ന് അത്രയും പേരുടെ മുന്നിൽ നീ നാണം കെട്ടതും ഇവൻ കാരണമാണ്. എന്നിട്ട് നീ എന്തിനാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ ദാരിദ്ര്യം പിടിച്ചവൻ എന്ന് നിന്റെ ജീവിതത്തിൽ വന്നോ അന്നു മുതൽ നമ്മുടെ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടമായി. അവർ കലിയടങ്ങാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മയ്ക്ക് ഇനി എന്തു പറഞ്ഞാലും മനസ്സിലാവില്ലെന്നോർത്ത് അവൾ മിണ്ടാതെ നിന്നു. മഹാദേവനും ഒന്നും മിണ്ടിയില്ല. രേണുക അർജുനെ കാരണമില്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് അയാൾക്ക് വിഷമം തോന്നി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. രേണുകയുടെ ദേഷ്യം അപ്പോഴും അടങ്ങിയിരുന്നില്ല. അന്ന് സംഭവിച്ചതിനെല്ലാം അർജുനെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവരുടെ സംസാരത്തിനെ തീരെ അവഗണിച്ചുകൊണ്ട് അർജുൻ തന്റെ ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തു. അവർ കഴിക്കാനുള്ള ഭക്ഷണവും പാത്രങ്ങളും വെള്ളവും എല്ലാം നിമിഷനേരം കൊണ്ട് ടേബിളിൽ നിരത്തി. ഡിന്നർ റെഡിയായിട്ടുണ്ട്, വരൂ. അവൻ എല്ലാവരെയും വിളിച്ചു. നീ ഇപ്പോഴല്ലേ അകത്തേക്ക് പോയത്? അതിനുള്ളിൽ എല്ലാം ശരിയാക്കിയോ? രേണുക സംശയത്തോടെ ചോദിച്ചു. ഞാൻ പോയിട്ട് കുറച്ചധികം സമയമായി. അമ്മ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാ. അവൻ അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. കുറച്ചു നേരത്തേക്ക് ഒന്നടങ്ങിയ രേണുക വീണ്ടും അർജുനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. മോളെ, നിന്നോട് ഗൗതം പറഞ്ഞതിനെക്കുറിച്ച് ഒന്ന് ഗൗരവമായി ചിന്തിച്ച് ഒരു തീരുമാനം എടുക്ക്. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രേണുക പ്രയാഗയോട് പറഞ്ഞു. അമ്മ, ഇനി മേലാൽ എന്നോട് ഈ കാര്യം പറയരുത്. ഇത് എന്റെ ജീവിതമാണ്. എനിക്കറിയാം എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന്. അതുപോലെ അർജുനെ ഞാൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയും ഡിവോഴ്സ് ചെയ്യില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അതേ ഞാൻ ചെയ്യൂ. അവൾ അവരോട് ദേഷ്യപ്പെട്ടു. ഇനിയും ഇത് എത്ര കാലം തുടരും മോളെ? ഇവനെ ഉപേക്ഷിക്കുന്നതാണ് നിന്റെ ജീവിതത്തിന് നല്ലത്. നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ അമ്മ പറയുന്നത്? അതെന്താ മോൾക്ക് മനസ്സിലാവാത്തത്? ഇവൻ കാരണം നമ്മുടെ കുടുംബക്കാരെല്ലാം നമ്മളെ അകറ്റി നിർത്തിയേക്കുകയാണ്. ഇവനെ നീ ഉപേക്ഷിച്ചാൽ ചിലപ്പോൾ അവരൊക്കെ വീണ്ടും നമുക്കൊപ്പം ചേരും. നമ്മുടെ കഷ്ടപ്പാടുകളും മാറും. അമ്മയുടെ വാക്കുകൾ കേൾക്കെ ഭക്ഷണം പാതിയിൽ അവസാനിപ്പിച്ച് ദേഷ്യത്തോടെ അവൾ മുറിയിലേക്ക് പോയി. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? എങ്ങനെയെങ്കിലും അവളെക്കൊണ്ട് ഈ ഡിവോഴ്സിന് സമ്മതിപ്പിക്കണം. പ്രയാഗ പോയതും അവർ മഹാദേവനോടായി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അയാളും ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അവിടെ നിന്നും പോയി. അവർ പറയുന്നതെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ അർജുൻ ഭക്ഷണം കഴിച്ച് വേഗം തന്നെ തന്റെ ജോലികൾ തീർത്ത് മുറിയിലേക്ക് പോയി. അർജുൻ മുറിയിൽ വന്ന് കട്ടിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. വർഷങ്ങളായി അവൻ വളർത്തിയെടുത്തൊരു ശീലമാണ് മെഡിറ്റേഷൻ. അത് അവന്റെ മനസ്സിന് ശാന്തി നൽകുകയും അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അന്നുണ്ടായ സംഭവങ്ങളിൽ പലപ്പോഴും അവന്റെ ഉള്ളിലെ ശക്തി ഉണരുന്നതായി അവന് തോന്നിയിരുന്നു. അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാനും തന്റെ രഹസ്യം ആരെയും അറിയിക്കാതെ ഇരിക്കാനും അവൻ കുറച്ചധിക നേരം മെഡിറ്റേറ്റ് ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞതും അർജുൻ പതിയെ കണ്ണു തുറന്നു. അവൻ എഴുന്നേറ്റ് തന്റെ മുറിയിൽ രഹസ്യമായി സൂക്ഷിച്ചുവെച്ച ഒരു ചെറിയ മരപ്പെട്ടി എടുത്തുകൊണ്ട് തന്റെ ബെഡിൽ വന്നിരുന്നു. അത് തുറന്ന് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഒരു ഗോൾഡ് കോയിൻ എടുത്തു. അത് കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ തിളങ്ങി. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗുരു അർജുന് നൽകിയതാണത്. പേര് കേട്ട വർമ്മ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് ആ കോയിൻ. അവരെക്കുറിച്ച് അറിയുന്ന ദിവസം മുതൽ അവന്റെ ജീവിതം മാറിമറയുമെന്നും അവന്റെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും അയാൾ പറഞ്ഞത് അവന് ഓർമ്മ വന്നു. എന്തോ വലിയ ഭാരം ഇറക്കിവെച്ചതുപോലെ അവന്റെ മുഖം വിടർന്നു. ആ കോയിൻ ഭദ്രമായി എടുത്തുവെച്ച് അവൻ അന്ന് ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ എല്ലാ ദിവസവും പോലെ അർജുൻ വീട്ടുപണികളെല്ലാം തീർത്ത് തന്റെ ജ്യൂസ് കടയിലേക്ക് പോയി. വഴിയിൽ വെച്ച് കഴിഞ്ഞ ദിവസത്തെ പോലെ ഒരു കാർ അവന്റെ വഴിമുടക്കി മുന്നിൽ കൊണ്ടു നിർത്തി. ഇന്നും സ്വാമിയങ്കിളായിരിക്കുമെന്ന് കരുതി നിന്നതും കറുത്ത നിറത്തിലുള്ള ആ റോയൽ കാറിൽ നിന്നും ഒരു മധ്യവയസ്കൻ ഇറങ്ങി അവന്റെ മുന്നിൽ വന്നു നിന്നു. അയാളെ കണ്ടതും അർജുന്റെ മുഖമിരുണ്ടു. അവന്റെ അച്ഛൻ മംഗലത്ത് കാർത്തികേയനായിരുന്നു അത്. നിനക്ക് ഞാൻ വന്നത് ഇഷ്ടമായില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നോടുള്ള ഇഷ്ടക്കേടിന്റെ പേരിൽ നിന്റെ മുത്തച്ഛനെ ഇനിയും വേദനിപ്പിക്കണോ? ഒരു തവണ വന്ന് അദ്ദേഹത്തെ കണ്ടൂടെ അർജുൻ? നിന്റെ 2 അമ്മായിമാർക്കും പെൺമക്കളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബസ്വത്തിന്റെ മുഴുവൻ അവകാശവും ഇനി നിനക്കാണ്. നീ മുത്തച്ഛന്റെ അടുത്തേക്ക് വരണം, കാർത്തികേയൻ പറഞ്ഞു. കൊള്ളാം. ഞാനും എന്റെ അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം എവിടെയാണ് എന്നൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാത്തവർ ഇപ്പൊ സ്വത്തിന്റെ പേര് കേട്ടപ്പോൾ തേടി ഇറങ്ങിയത് കണ്ടില്ലേ? എനിക്ക് നിങ്ങളുടെ ഒരു സ്വത്തും വേണ്ട, പേരും വേണ്ട. നിങ്ങളൊക്കെ കൂടി അനുഭവിച്ചാ മതി, അർജുൻ പുച്ഛത്തോടെ പറഞ്ഞു. അർജുൻ, കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നിന്റെ നല്ല ലൈഫ് വേസ്റ്റ് ചെയ്യുകയാണ് നീ.
നമ്മുടെ കുടുംബത്തിന്റെ ആസ്തി അത് എത്രത്തോളമാണെന്ന് നിനക്കറിയില്ല. ഒരുപാട് ബിസിനസ്സും പ്രോപ്പർട്ടീസുമായി ഒരു വലിയ സാമ്രാജ്യം തന്നെ നിന്റെ മുത്തശ്ശൻ കെട്ടിപ്പടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി നിനക്കാ. അയാൾ പറഞ്ഞതും, ഇതൊക്കെ നിങ്ങൾ എന്നോട് പറയുന്നത് എന്തിനാ? ഞാൻ ഇതിലൊക്കെ വീഴുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് അർജുൻ ചോദിച്ചു. നിന്റെ 2 അമ്മായിമാരും എപ്പോഴും അതിൽ കണ്ണും വെച്ചിരിക്കുകയാണ്. നിന്റെ മുത്തശ്ശന്റെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടാണ് ആ സ്വത്തുക്കൾ. അത് അവരുടെ കയ്യിലെത്തിയാൽ അവർ തീർച്ചയായും ധൂർത്തടിച്ച് തീർക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിനക്ക് കാണണോ? കാർത്തികേയൻ ചോദിച്ചു. അർജുൻ അയാളിൽ നിന്ന് മുഖം തിരിച്ചു. അവന് അയാളെ നന്നായി അറിയാം. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമെന്ന് എനിക്കറിയാം. ഇപ്പൊ മുത്തശ്ശന്റെ ആരോഗ്യം മോശമായതുകൊണ്ടാണ് എന്നെ തേടി വന്നതെന്ന് പറയുന്നു. പക്ഷേ ഇയാൾ അവിടെയുള്ളപ്പോൾ എന്തിനാണ് ഈ സ്വത്ത് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? അർജുൻ മനസ്സിൽ ചിന്തിച്ചു. നീ എന്തിനാ ആ പാപ്പരായ മഹാദേവന്റെ മോളെ കെട്ടി നിന്റെ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ രാത്രി ആ ഫംഗ്ഷനിൽ നിനക്കുണ്ടായ അപമാനത്തെക്കുറിച്ച് എനിക്കറിയാം. നിന്റെ തെറ്റല്ലാഞ്ഞിട്ടും നീ എന്തിനാ അതെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു പാവത്താനായി നിന്നത്? രാഹുലിന്റെ ഫാമിലിയും നിന്റെ സോക്കോൾഡ് ഇൻലോസിന്റെ ഫാമിലിയുമൊക്കെ നീ ആരാണെന്ന് അറിഞ്ഞാൽ നിന്റെ കാൽ ചുവട്ടിൽ വന്നിരിക്കും. നിന്റെ സെർവൻസ് ആവാൻ പോലും ക്വാളിഫിക്കേഷൻ ഇല്ല അവർക്കൊന്നും. ഇത് നിനക്കും അറിയാം. എന്നിട്ടും എന്തിനാ നീ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അർജുൻ? കാർത്തികേയൻ ചോദിച്ചു. അച്ഛൻ തന്നെ ഇമോഷണലായി ട്രാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാനാണ് ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കിയ അർജുൻ അയാൾക്ക് മറുപടി നൽകാൻ കൂട്ടാക്കിയില്ല. നീ ഇപ്പോഴും ചെറുപ്പമാണ്. നിനക്ക് മുന്നിൽ ഇനിയും ഒരുപാട് ജീവിതമുണ്ട്. നീ എന്നെ വല്ലാതെ വെറുക്കുന്നുവെന്ന് എനിക്കറിയാം. നിന്നോടും നിന്റെ അമ്മയോടും ഞാൻ ചെയ്തത് അന്യായം തന്നെയാണ്. പക്ഷേ അതിൽ എനിക്ക് എന്റേതായ ശരികളുണ്ടായിരുന്നു. എന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ തന്നെയാവും ചെയ്തിരിക്കുക. കയ്യിലുള്ള അധികാരവും അവകാശവും ആരും ആർക്കും വേണ്ടി വിട്ടുകളയാറില്ല അർജുൻ. പവർഫുൾ പീപ്പിൾ ക്യാൻ മേക്ക് ദെയർ പ്ലേസസ് മോർ പവർഫുൾ. ഇറ്റ്സ് യുവർ ടൈം ടു ബി മോർ പവർഫുൾ. കാർത്തികേയൻ ഗൗരവത്തോടെ പറഞ്ഞു. അയാളുടെ വാക്കുകൾ കേട്ട് അവന് വളരെയധികം ദേഷ്യം തോന്നി. ഇത്രയൊക്കെ ചെയ്തിട്ടും കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാത്ത അയാളെ അവൻ അവജ്ഞയോടെ നോക്കി. ഒരു ദിവസം ഞാൻ മുത്തച്ഛനെ കാണാൻ വരും. അതല്ലാതെ ഒരിക്കലും നിങ്ങളുമായോ നിങ്ങളുടെ കുടുംബമായോ എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. നിങ്ങളുടെ അനന്തരാവകാശി എന്നൊരു പട്ടം എനിക്ക് വേണ്ട, അർജുൻ തീർത്തും പറഞ്ഞു. കാർത്തികേയൻ മകനെ രൂക്ഷമായി നോക്കി. ശരി, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അന്തിമ തീരുമാനം നിന്റേതാണ്. എന്നെങ്കിലും നിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും പറഞ്ഞ് കാർത്തികേയൻ അവിടെ നിന്നിറങ്ങി. അർജുനെ തന്റെ പ്രലോഭനത്തിൽ വീഴ്ത്താമെന്ന തന്റെ ചിന്ത തെറ്റായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അർജുൻ അയാൾ പോകുന്നത് കുറച്ചു സമയം നോക്കി നിന്നു. എന്നിട്ട് അവിടെ നിന്നും രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ലക്ഷ്യമാക്കി ഇറങ്ങി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നാണ് രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. കുറച്ചു സമയത്തിനുള്ളിൽ 50 നിലയുള്ള അവരുടെ പടുകൂറ്റൻ ഓഫീസിനു മുന്നിൽ അർജുൻ വന്നിറങ്ങി. ഒന്ന് നോക്കിയ ശേഷം അകത്ത് കയറി റിസപ്ഷനിലേക്ക് പോയി. ഹായ്, ഗുഡ് മോർണിംഗ് സർ, ഹൗ കെൻ ഐ ഹെൽപ്പ് യു? അർജുനെ കണ്ടതും റിസപ്ഷനിസ്റ്റ് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറെ കാണാൻ വേണ്ടി വന്നതാണ്. അർജുൻ അത് പറഞ്ഞതും റിസപ്ഷനിസ്റ്റ് അവനെ അടിമുടി നോക്കി. കാരണം അവനൊരു സാധാരണക്കാരന്റെ വേഷവിധാനത്തിലാണ് വന്നത്. നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ സാർ? അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ മിസ്റ്റർ വീരേന്ദ്രൻ വർമ്മയുടെ സുഹൃത്താണ്. എന്റെ പേര് അർജുൻ. നിങ്ങൾ ഈ കാര്യം MD ഒന്ന് അറിയിച്ചാൽ മതി, അർജുൻ ശാന്തമായി പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ അഭിഷേക് വർമ്മയെ ഫോണിൽ വിളിച്ചു. അഭിഷേകിന്റെ PA ആണ് ഫോൺ എടുത്തത്. അഭിഷേക് സാറിനെ കാണാൻ അർജുൻ എന്ന പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട്. അയാൾ മിസ്റ്റർ വീരേന്ദ്രവർമ്മയുടെ സുഹൃത്താണെന്ന് പറയാൻ പറഞ്ഞു. റിസപ്ഷനിസ്റ്റ് അയാളോട് പറഞ്ഞു. ഓക്കെ, ഐ വിൽ ഇൻഫോം. അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് അഭിഷേകിന്റെ ക്യാബിനിലേക്ക് ചെന്നു. അഭിഷേക് എന്താണെന്ന മട്ടിൽ നോക്കിയതും, സാറിനെ കാണാൻ ഒരാൾ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല, പക്ഷെ അയാൾ മിസ്റ്റർ വീരേന്ദ്രവർമ്മയുടെ സുഹൃത്താണ് എന്ന് പറയാൻ പറഞ്ഞു. PA പറഞ്ഞു. വീരേന്ദ്രൻ വർമ്മ? ആ പേര് കേട്ടപ്പോൾ അഭിഷേക് ഒന്ന് ഞെട്ടി. തന്റെ മുത്തശ്ശന്റെ യഥാർത്ഥ പേരായിരുന്നു അത്. എല്ലാവരും മുത്തശ്ശനെ മിസ്റ്റർ വർമ്മ എന്നാണ് സംബോധന ചെയ്തിരുന്നത്. മുഴുവൻ പേര് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ. ആസ്ക് ഹിം ടു മീറ്റ് മീ ഇൻ ദ ക്യാബിൻ, അഭിഷേക് പറഞ്ഞു. PA റിസപ്ഷനിസ്റ്റിനെ വിളിച്ച് അർജുനെ അഭിഷേകിന്റെ ക്യാബിനിലേക്ക് അയക്കാൻ പറഞ്ഞു. അർജുൻ ശാന്തനായി അഭിഷേകിന്റെ ക്യാബിനിൽ ചെന്ന് മുന്നിലെ കസേരയിൽ പോയിരുന്നു. അഭിഷേക് അവനെ ബഹുമാനത്തോടെ നോക്കി. ആക്ച്വലി താങ്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അവൻ അർജുനോട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ സമാധാനമായി ചിരിച്ചുകൊണ്ട്,
പോക്കറ്റിൽ നിന്നും ആ പഴയ ഗോൾഡ് കോയിൻ എടുത്ത് അഭിഷേകിന്റെ മുന്നിൽ വെച്ചു. അത് കണ്ട് അഭിഷേക് ഒന്ന് ഞെട്ടി. വർമ്മ കുടുംബത്തിലെ അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു അമൂല്യമായ ടോക്കണാണിത്. ആ കോയിൻ കുടുംബത്തിലെ ആളുകളുടെ പ്രാധാന്യത്തെ കാണിക്കുന്നു. അഭിഷേക് അവന്റെ കുട്ടിക്കാലത്ത് അച്ഛന്റെ കയ്യിൽ അത്തരമൊരു കോയിൻ കണ്ടിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അത് വീണ്ടും കാണുന്നത്. എന്നാൽ അച്ഛന്റെ കയ്യിലുണ്ടായ കോയിനേക്കാൾ മൂല്യമുള്ളതാണ് ഇതെന്ന് അവന് മനസ്സിലായി. ഞാൻ ഞങ്ങളുടെ ഫാമിലി വക്കീലിനെ വിളിക്കാം, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും, അഭിഷേക് പറഞ്ഞു. അഭിഷേക് ഉടൻ തന്നെ തന്റെ അഡ്വക്കേറ്റ് ജോസഫിനെ ഫോണിൽ വിളിച്ചു. പെട്ടെന്ന് തന്നെ നരച്ച മുടിയുള്ള മധ്യവയസ്കനായ ജോസഫ് അഭിഷേകിന്റെ ക്യാബിനിലേക്ക് വന്നു. വരുന്നതിനിടയിൽ അർജുനെ അയാൾ അടിമുടി നോക്കി. അർജുന്റെ കയ്യിൽ നിന്നും ആ ടോക്കൺ വാങ്ങി തിരിച്ചും മറിച്ചും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അതിനിടയിൽ സംശയത്തോടെ അർജുനെ നോക്കുന്നുമുണ്ടായിരുന്നു. എന്താ നിന്റെ പേര്? ജോസഫ് ചോദിച്ചു. അർജുൻ സൈരന്ദ്രി, അവൻ സൗമ്യമായി പറഞ്ഞു. അത് കേട്ടയുടനെ ജോസഫ് ഒന്ന് ഞെട്ടുകയും അവനെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. അർജുനനെ ജോസഫ് ആക്രമിക്കുന്നത് കണ്ട് അഭിഷേക് ഞെട്ടിപ്പോയി. ജോസഫ് ഇത്തരത്തിൽ പ്രതികരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം ഒന്ന് പതറിയെങ്കിലും അർജുനനും ശക്തമായി പോരാടി. കുറച്ചു കഴിഞ്ഞതും തളർന്ന ജോസഫ് പിൻവാങ്ങി അടുത്തുള്ള ചെയറിൽ വന്നിരുന്നു. അർജുനും ശാന്തമായി ചിരിച്ചുകൊണ്ട് സീറ്റിൽ വന്നിരുന്നു. അർജുൻ, ഐ എം സോറി. ഞാൻ നിന്റെ ശക്തി ഒന്ന് പരീക്ഷിച്ചതാ. പക്ഷെ എന്നെക്കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല അത് എന്ന് എനിക്ക് മനസ്സിലായി. നീ ശരിക്കും വീരേന്ദ്രൻ സാറിന്റെ ശിഷ്യൻ തന്നെയാ. ഇനി പറയേ, ഞാൻ നിന്നെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? ഈ കോയിൻ കയ്യിലുള്ള നീ ആഗ്രഹിക്കുകയാണെങ്കിൽ നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ രാജമന്ദിര ഗ്രൂപ്പ് സ്വന്തം പേരിലാക്കാം. മറുചോദ്യം പോലും ഇല്ലാതെ നിന്റെ പേരിൽ ഈ കാണുന്നതെല്ലാം എഴുതിത്തരാൻ ഇവിടെയുള്ളവർ ബാധ്യസ്ഥരാണ്, ജോസഫ് പറഞ്ഞു. ഇരുവരുടെയും സംസാരം കേട്ടു നിൽക്കുകയായിരുന്ന അഭിഷേക് ആദ്യമൊന്നും ഭയന്നുപോയെങ്കിലും ഇപ്പോ അവന് കുറച്ച് ആശ്വാസം തോന്നി. ഈ പ്രോപ്പർട്ടികളിൽ എനിക്കിപ്പോ താല്പര്യമില്ല. ഞാൻ പറയുമ്പോ എനിക്ക് വേണ്ടത് ചെയ്തു തന്നാൽ മതി, അർജുൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഭിഷേക് ചോദിച്ചു. ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ് അറിയാമോ? അർജുൻ ചോദിച്ചു. ആ യെസ്, അറിയാം. അഭിഷേകിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അർജുൻ വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയതും അവന്റെ മൊബൈൽ റിംഗ് ചെയ്തു. എടുത്തു നോക്കിയതും രേണുകയുടെ പേർ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. അർജുൻ, ഇന്നത്തോടെ എല്ലാം ഞാൻ അവസാനിപ്പിക്കും. എന്റെ മോളെ നീ ഡിവോഴ്സ് ചെയ്യണം. അതിനാവശ്യമായ പേപ്പറുകൾ എല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. നീ ഉടനെ തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വന്ന് അതിൽ സൈൻ ചെയ്യണം. രേണുക ഫോണിലൂടെ അലറുകയായിരുന്നു. സിറ്റി ഹോസ്പിറ്റലോ? അവിടെ എന്താ? എന്തുപറ്റി? അർജുൻ അക്ഷമനായി ചോദിച്ചു. എന്റെ മോളും അവളുടെ അച്ഛനും കൂടി ഫാക്ടറിയിൽ പോയതാണ്. അവിടെയുള്ള നന്ദിയില്ലാത്ത തൊഴിലാളികൾ അവർക്ക് ശമ്പളം നൽകുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്രമിച്ചു. അവർക്കിടയിൽപ്പെട്ട് പാവം എന്റെ മോൾ ബോധം കെട്ടു വീണു. എല്ലാം നീ കാരണമാണ്. നീ മുൻപേ അവളെ ഡിവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ ഗൗതം ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും ഇത്രത്തോളം എത്തിക്കില്ലായിരുന്നു. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, എന്റെ മോളുടെ ജീവിതത്തിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോ. ഞങ്ങൾക്ക് ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കണം, രേണുക ദേഷ്യത്തോടെ പറഞ്ഞു. പ്രയാഗ ബോധം കെട്ടു വീണു എന്ന് കേട്ട അർജുൻ ആകെ പരിഭ്രാന്തനായി. അവൻ ധൃതിയിൽ ഫോൺ കട്ട് ചെയ്തു. എനിക്ക് അത്യാവശ്യമായി പോകേണ്ടതുണ്ട്. ഞാൻ വീണ്ടും വരും. അതിനുള്ളിൽ ശ്രാവണ ഗ്രൂപ്പിന്റെ എല്ലാ ബിസിനസ്സുകളും എത്രയും പെട്ടെന്ന് നിങ്ങൾ വാങ്ങിക്കണം, അവൻ അവരോട് ആജ്ഞാപിച്ചു. അർജുൻ ഇറങ്ങിപ്പോകുന്നത് കണ്ട അഭിഷേക് ദീർഘമായി നിശ്വസിച്ചു. താങ്ക് ഗോഡ്, ഞാൻ കരുതി എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന്. കാരണം അർജുൻ പറഞ്ഞ കാര്യം അഭിഷേകിന് വളരെ നിസ്സാരമായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിരുന്നു. അവന്റെ ബിസിനസ് വെച്ച് നോക്കുമ്പോൾ എത്രയോ താഴെയായിരുന്നു ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ്. ധൃതിയിൽ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോയ അർജുൻ റിസപ്ഷനിൽ ചെന്ന് മഹാദേവന്റെയും പ്രയാഗയുടെയും റൂം കണ്ടെത്തി അങ്ങോട്ട് പോയി. എവിടെയായിരുന്നു നീ? ഫാക്ടറിയിൽ നടന്നതൊക്കെ അറിഞ്ഞല്ലോ. എല്ലാത്തിനും കാരണം നീയാണ്. നീ കാരണമാണ് എന്റെ മോൾ ഈ അവസ്ഥയിലായത്. ഡോർ തുറന്നു വന്ന അർജുനെ കണ്ടപാടെ രേണുക അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. രേണുകയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അർജുൻ കിടക്കയിലേക്ക് നോക്കി. മഹാദേവന്റെ കൈ കെട്ടിയിട്ടുണ്ട്. അയാളുടെ മുഖത്ത് നിരാശ തളം കെട്ടിക്കിടന്നിരുന്നു. പ്രയാഗ തൊട്ടടുത്ത സ്റ്റൂളിൽ ഇരിക്കുന്നുണ്ട്. അവളുടെ മുഖത്തും നല്ല വിഷമമുണ്ട്. ഇത്രയും പരിക്കേൽക്കാനും മാത്രം എന്താ സംഭവിച്ചതച്ചാ? അവൻ ചോദിച്ചു. ഒന്നുമില്ല മോനെ, കാര്യമായി പരിക്കൊന്നുമില്ല, മഹാദേവൻ പറഞ്ഞു. അർജുൻ പ്രയാഗയെയും നോക്കി. ഞാൻ ഓക്കെയാണ്, അച്ഛനും പണിക്കാരും തമ്മിലാണ്. ബാക്കി പറയാതെ അവൾ നിർത്തി.
കൂലി കൊടുക്കുന്നില്ലെന്നും പറഞ്ഞു തുടങ്ങിയതല്ല. പക്ഷെ എനിക്കറിയാം, പണമല്ല, നീ കാരണമാണ് ഇന്ന് ഇത്രയധികം അനർത്ഥങ്ങൾ സംഭവിച്ചതെന്ന്. ഇപ്പോൾ ഞങ്ങളുടെ ഫാക്ടറി നഷ്ടപ്പെട്ടു. ഇങ്ങനെ പോയാൽ ഞങ്ങൾ താമസിക്കുന്ന വീടും നഷ്ടപ്പെടും. അതിനും നീ തന്നെയാണ് കാരണം. രേണുക അർജുനെ പലതും പറഞ്ഞുകൊണ്ടിരുന്നു. അർജുന് വളരെയധികം ദേഷ്യം തോന്നി. ആ ഗൗതം, അവൻ മനഃപൂർവ്വം വർക്കേഴ്സിനെ പിരികയറ്റി വിടുന്നതാണ്. അവനെ ഇനി വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചു. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഇപ്പോൾ ഗൗതമിന്റെ കയ്യിലാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു ഉപകാരം മാത്രം ചെയ്യേ. ഈ വിവാഹമോചനത്തിന് തയ്യാറാവണം. നീ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയാൽ ഉറപ്പായും ഗൗതം ഞങ്ങളെ സഹായിക്കും. രേണുക വീണ്ടും അർജുനോട് പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? അവൻ വന്നപ്പോ തുടങ്ങിയതാ. അവനല്ല, ഞാനാ ഇതിനെല്ലാം കാരണം. ഞാനൊരു കഴിവ് കെട്ടവനായിപ്പോയി. ആരെയും ചതിക്കാനും കൊള്ളലാഭം ഉണ്ടാക്കാനും ഞാൻ പഠിച്ചില്ല. സത്യസന്ധമായി ബിസിനസ് കൊണ്ടുപോയ എന്നെ എന്റെ സഹോദരങ്ങൾ പോലും തള്ളിപ്പറഞ്ഞു. ഞാൻ മോനെ പോലെ കണ്ട ആ ഗൗതമിന് എങ്ങനെ തോന്നുന്നോ ആവോ എന്നോട് ഇങ്ങനെ ചെയ്യാൻ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. വേണമെങ്കിൽ നമ്മുടെ ഫാക്ടറിയും വീടും അവർക്ക് കൊടുക്കാം. നമുക്കെല്ലാം ഉപേക്ഷിച്ച് ഈ നാട് തന്നെ വിട്ടുപോകാം. മടുത്തു എനിക്ക്. മഹാദേവൻ വികാരാധീനനായി പറഞ്ഞതും രേണുക വിഷമത്തോടെ പ്രയാഗയെ നോക്കി. ഹ, എല്ലാവരും ഉണ്ടല്ലോ. ഈ യൂസ്ലെസ് ഉണ്ടായിരുന്നോ? നിനക്ക് നാണമെന്നൊന്നില്ലടോ. ഇനിയും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ. അവരുടെ മുറിയുടെ വാതിൽക്കൽ നിന്ന് ഒരു പരിഹാസ സ്വരം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി. ഗൗതമായിരുന്നു അത്. ഫാക്ടറിയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അന്നേരം ഒന്ന് സഹായിക്കാൻ വരാതെ അവൻ എങ്ങനെ ഇവിടെ വന്ന് മുഖം കാണിക്കാൻ കഴിയുന്നു? ഞാൻ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിലോ വല്യച്ഛ, നിങ്ങളെ രണ്ടുപേരെയും അവരെല്ലാം കൂടി കൊന്നു തള്ളിയനെ. പ്രയാഗ, ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും കേൾക്കൂ. 10 പൈസയ്ക്ക് ഗുണമില്ലാത്ത ഇവനെപ്പോലൊരു യൂസ്ലെസ്സിനെ നീ എന്തിനാ ഭർത്താവായി കൊണ്ടു നടക്കുന്നത്? ഈ ശല്യം നിനക്ക് ഒഴിവാക്കിക്കൂടെ? ഗൗതം പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ ഗൗതം? നിന്റെ ഈ അഭിനയമൊന്നും എന്നോട് വേണ്ട. ഈ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ നീയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രയാഗ ദേഷ്യം കൊണ്ട് വിറച്ചു. ഗൗതം അവളുടെ വാക്കിനെ അവഗണിച്ച് മഹാദേവന് നേരെ തിരിഞ്ഞു. വല്യച്ഛ, സഹായിക്കുന്നവരെ ചേർത്ത് നിർത്താൻ ഇപ്പോഴും വല്യച്ഛൻ അറിയില്ല. ഇനിയെങ്കിലും നിങ്ങളത് പഠിക്കണം. വല്യച്ഛന്റെ കടങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം. ഇനി അത് എന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇവളുടെ കാര്യം, അജിത് ശങ്കറിനെ അറിയില്ലേ? ആ ബിസിനസ്മാൻ എന്റെ ഫ്രണ്ടാണ് അവൻ. ഇവനെ ഒഴിവാക്കുന്ന അന്ന് അജിത്തുമായുള്ള അവളുടെ വിവാഹം ഞാൻ നടത്തും. പിന്നീട് ഈ കുടുംബം അജിത് നോക്കിക്കൊള്ളും. അവൻ പറഞ്ഞു. നിന്റെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട, ഇറങ്ങിപ്പോടാ. പ്രയാഗ അവനോട് അലറി. വല്യച്ഛ, പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നീട് കഷ്ടകാലത്ത് ഒന്ന് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് പറയരുത്. അവൻ ഭീഷണി എന്ന പോലെ പറഞ്ഞു. സ്റ്റോപ്പ് ഇറ്റ് ഗൗതം. ഞങ്ങളുടെ കടകളെല്ലാം ഞങ്ങൾ തന്നെ വീട്ടും. അതിന് ഞങ്ങളുടെ വീടോ ഫാക്ടറിയോ വിൽക്കേണ്ടി വന്നാൽ അങ്ങനെ, പ്രയാഗ പറഞ്ഞു. നീ ഇത്രയും ഫൂളാണോ പ്രയാഗ? നിങ്ങളുടെ വീടും ഫാക്ടറിയും ഒക്കെ കൊടുത്താൽ തീരാവുന്നതാണോ നിങ്ങൾക്കുള്ള കടം? കടം തീർന്നാലും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ എന്തു ചെയ്യും? അവര് കേസ് കൊടുത്താൽ ജയിലിൽ പോകേണ്ടി വരും എല്ലാവരും. അവൻ പരിഹാസത്തോടെ പറഞ്ഞു. അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അർജുൻ ഗൗതമിനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും അർജുൻ തന്റെ ദേഷ്യം ഗൗതമിനോട് കാണിച്ചിട്ടില്ല. ഹോ, ഈ പഴം വിഴുങ്ങിയെ കാണുമ്പോൾ എന്റെ കൈ തരിച്ചു വരികയാ. ഗൗതം ദേഷ്യത്തോടെ അലറിക്കൊണ്ട് അവന്റെ കോളറിൽ പിടിച്ചു. അതോടെ അർജുന്റെ ക്ഷമ നശിച്ചിരുന്നു. അവൻ ഗൗതമിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു തിരിച്ചു. അവന്റെ കൈ തിരിയുന്നതിനനുസരിച്ച് ഗൗതം വേദന കൊണ്ട് പുളഞ്ഞു. നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് എന്റെ കയ്യിൽ പിടിച്ചത്? വേദനയ്ക്കിടയിലും ഗൗതം ചോദിച്ചു. എന്നിട്ടും അർജുൻ അവന്റെ പിടിവിട്ടില്ല. പകരം ഒന്നുകൂടി മുറുക്കെ പിടിച്ചു. ഗൗതം വേദന കൊണ്ട് ഉച്ചത്തിൽ അലറി. ചുറ്റിലും നിന്നവർ ഞെട്ടിപ്പോയി. അതുവരെ പാവത്താനായിരുന്ന അർജുൻ, അവനിൽ ഇത്രയും ശക്തിയോ? അവർ പരസ്പരം നോക്കി. വേദന സഹിക്കാനാവാതെ ഗൗതം അർജുന്റെ മുന്നിൽ മുട്ടുകുത്തി. പ്രതികരിക്കാൻ പോലും ആയില്ല അവന്. അർജുൻ പതിയെ ഗൗതമിന്റെ കൈവിട്ടപ്പോൾ അവൻ താഴെ വീണു. എന്നാൽ അർജുന്റെ ശക്തിയുടെ അനന്തരഫലങ്ങൾ കാരണം ഗൗതം അപ്പോഴും നിലവിളിച്ചുകൊണ്ടിരുന്നു. അവന്റെ കൈ ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. അവന് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. ഇതിന് നീ അനുഭവിക്കും അർജുൻ. നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിക്കോ. എടി, നീയും എണ്ണിവെച്ചോ. ഇനി മുതൽ നിങ്ങളുടെ കുടുംബത്തിന്റെ നാശമാണ്. ആ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല.
ഗൗതം ദേഷ്യത്തോടെ അവരോട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്റെ ദൈവമേ, എന്താ ഇവിടെ ഇപ്പൊ സംഭവിച്ചത്? എന്തിനാ നീ അവനെ ഉപദ്രവിച്ചത്? ഈ കുടുംബത്തിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് നീ ചിന്തിച്ചോ? ഇനി എന്ത് ചെയ്യും നമ്മൾ? വീണ്ടും നീ കാരണം ഞങ്ങളുടെ കുടുംബം മുഴുവൻ തകരുമല്ലോ. രേണുക ഭയത്തോടെ പറഞ്ഞു. എന്തിനാ അർജുൻ നീ അവനെ ഉപദ്രവിച്ചത്? അവനെ നിനക്ക് അറിയുന്നതല്ലേ. ദേഷ്യം കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കാനാവില്ല. കുറച്ചുകൂടി ശാന്തനായിരിക്കണ്ടേ? പ്രയാഗ പതിയെ പറഞ്ഞു. ഞാൻ ഈ പ്രശ്നം പരിഹരിക്കും, നീ വിഷമിക്കണ്ട. ഗൗതമന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനുണ്ട് കൂടെ, അർജുൻ ഉറച്ചു പറഞ്ഞു. ആ, നീ ഇവളെ സംരക്ഷിക്കുമെന്നോ? നിന്നെപ്പോലൊരു കിഴങ്ങനെ കൊണ്ട് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? രേണുകാദേവി പരിഹാസത്തോടെ ചോദിച്ചു. അർജുൻ ദേഷ്യത്തോടെ രേണുകയെ നോക്കിയതും ദേഷ്യം കൊണ്ട് ചുവന്ന അവന്റെ കണ്ണുകൾ അവരെ ഭയപ്പെടുത്തി. അവനിൽ എന്തോ മാറ്റം അവൾ വ്യക്തമായി അനുഭവിച്ചു. പെട്ടെന്ന് കണ്ണുകളടച്ച് തന്റെ ദേഷ്യം നിയന്ത്രിച്ച ശേഷം അർജുൻ പ്രയാഗയെ നോക്കി. ഞാനാണ് ഇനി മുതൽ നിനക്ക് കാവൽ. നിനക്കും കുടുംബത്തിനും ഒരു പ്രശ്നവും വരാതിരിക്കാൻ ഞാൻ നോക്കിക്കൊള്ളാം, അർജുൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും അവന്റെ വാക്കുകൾ പ്രയാഗയ്ക്ക് അല്പം സമാധാനം നൽകി. അതേസമയം ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിന്റെ സെന്ററായ ശ്രാവണ ടവേഴ്സിൽ എംപ്ലോയീസ് എല്ലാം എന്തോ ടെൻഷനിലായിരുന്നു. എന്തോ കാര്യമായി സംഭവിക്കാൻ പോകുന്നു എന്ന ആശങ്ക അവരുടെ മുഖത്ത് പ്രകടമാണ്. അന്ന് ശ്രാവണ ഗ്രൂപ്പിന്റെ എല്ലാ ഡയറക്ടർമാരും മീറ്റിംഗ് ഹാളിൽ അടിയന്തര യോഗത്തിന് എത്തിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കമ്പനിയുടെ ഓഹരികളെല്ലാം പെട്ടെന്ന് ഇടിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതെന്താ ഒരു ദിവസം കൊണ്ട് ഇത്രയും ലോസ്? എല്ലാവരും ആശയക്കുഴപ്പത്തിലായി. അതിന്റെ കാരണം കണ്ടുപിടിക്കാനാണ് എല്ലാവരും തിടുക്കത്തിൽ ഒത്തുകൂടിയത്. നമ്മുടെ ഇടപാടുകാരിൽ നിന്നെല്ലാം കോളുകൾ വരുന്നുണ്ട്. നമ്മളുമായുള്ള ബിസിനസ് വേണ്ടെന്ന് അവർ പറയുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ നമ്മൾ അറിയാതെ? എന്തുകൊണ്ടാണ് നമ്മുടെ ഓഹരി മൂല്യം ഇത്രയും പെട്ടെന്ന് ഇടിഞ്ഞത്? മാധവൻ വെപ്രാളത്തോടെ ചോദിച്ചു. മൈത്രേയൻ എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ട് സൈലൻസ് പറഞ്ഞു. ആരും ടെൻഷനാകണ്ട. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു പരിഹാരവുമുണ്ട് എന്നാണ്. നമുക്കൊന്ന് ആലോചിക്കാം, അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. വർഷങ്ങളായി ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ചുമതല മൈത്രേയനാണ് വഹിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം അയാൾ മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ടുതന്നെ ചെറുതല്ലാത്തൊരു ഭയം അയാൾക്കുള്ളിലുണ്ട്. അപ്പോഴാണ് സെക്രട്ടറി കുറച്ച് പേപ്പറുകൾ എടുത്ത് കോൺഫറൻസ് ഹാളിലേക്ക് വന്നത്. പറയൂ, ഇന്ന് എത്ര പേർ തങ്ങളുടെ ഓഹരികൾ വിറ്റു? അതുമൂലം നമ്മുടെ കമ്പനിക്ക് എത്രമാത്രം നഷ്ടമുണ്ടായി? മൈത്രേയൻ ചോദിച്ചു. സെക്രട്ടറി ആ പേപ്പറുകളെല്ലാം കണ്ടിട്ട് പറഞ്ഞു. നമ്മുടെ കമ്പനിയുടെ ഓഹരി മൂല്യം ഇന്ന് 50% കുറഞ്ഞു. അത് കാരണം ചെറുകിട ഓഹരി ഉടമകൾ പേടിച്ച് ഓഹരികൾ ഉടൻ വിറ്റു. അതുകൂടാതെ നമ്മുടെ 12-ലധികം സ്വർണ്ണക്കടകൾ പൂട്ടി. ഇന്ന് അസോസിയേഷൻ ഓഫ് ജ്വല്ലറി കോമേഴ്സും ജനറൽ ചേംബർ ഓഫ് കോമേഴ്സും നമ്മുടെ ജ്വല്ലറി ഗ്രൂപ്പുമായി ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. സെക്രട്ടറി ശബ്ദം താഴ്ത്തി പതുക്കെ പറഞ്ഞു. അത് കേട്ടതും അവിടെയുണ്ടായിരുന്നവരെല്ലാം ഞെട്ടി. എന്താണിത് മിസ്റ്റർ മൈത്രേയൻ? മാർക്കറ്റിൽ ഇത്രയും വലിയ ഇടിവ്? താൻ ഇന്നലെ പറഞ്ഞത് ഷെയർ വാല്യൂ കൂടുമെന്നല്ലേ? അപ്പോൾ താൻ ഞങ്ങളോട് നുണ പറഞ്ഞതാണോ? ഡയറക്ടർ ബോർഡിലെ ഒരു മുതിർന്ന അംഗം മൈത്രേയനോട് ചോദിച്ചു. നമ്മുടെ ഓഹരികൾ ഇങ്ങനെ കുറയുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മളുമായി കരാർ ഒപ്പിട്ട എല്ലാ കമ്പനികളും അവരുടെ കരാർ ക്യാൻസൽ ചെയ്തു. ഐ തിങ്ക് ദർ മസ്റ്റ് ബി എ പേഴ്സണൽ റീസൺ ബിഹൈൻഡ് ദ കമ്പനീസ് കറന്റ് സ്റ്റേറ്റ്. മിസ്റ്റർ മൈത്രേയൻ, മിസ്റ്റർ മാധവൻ, ഇപ്പോൾ കമ്പനി ഈ അവസ്ഥയിലേക്ക് വരാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് നിങ്ങൾ ഞങ്ങൾക്ക് വിശദീകരണവും നൽകണം. ഡയറക്ടർ ബോർഡിലുള്ള ഒരു ലേഡി എഴുന്നേറ്റ് നിന്ന് രൂക്ഷമായി പറഞ്ഞു. അത് കേട്ടതും മൈത്രേയന്റെയും മാധവന്റെയും മുഖം വിളറി. ഒറ്റ ദിവസം കൊണ്ട് കമ്പനി ഇങ്ങനെ തകരാൻ എന്ത് തെറ്റാണ് തങ്ങൾ ചെയ്തതെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. മാധവ, നീ എന്തെങ്കിലും സൊല്യൂഷൻ കാണുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ കൺമുന്നിലുള്ള പ്രശ്നത്തിന്റെ പിന്നിൽ ആരുടെയോ ഇടപെടലുണ്ട്, എനിക്ക് ഉറപ്പാണ്. അല്ലാതെ ഇതുപോലൊരു ലോസ് ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല. മൈത്രേയൻ പറഞ്ഞു. യെസ്, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിക്ക് ഈ പ്രശ്നം എങ്ങനെയുണ്ടായെന്ന് കണ്ടെത്തലാണ്. അതിനുശേഷം നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. മാധവൻ പറഞ്ഞു. തങ്ങൾക്കെതിരെ പ്രവർത്തിച്ച തങ്ങളറിയാത്ത ശത്രു ആരാണെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലായില്ല. അതിനെല്ലാം പുറമെ ശ്രാവണ ഗ്രൂപ്പിനെ തകർത്ത് കളയാൻ മാത്രം ആർക്കാണ് ഇത്രയും ധൈര്യം എന്നാണ് മറ്റുള്ളവർ ആലോചിച്ചത്. കൃത്യം അതേ സമയം തന്നെ മറ്റൊരാൾ കണ്ണട ശരിയാക്കിക്കൊണ്ട് ധൃതിയിൽ കോൺഫറൻസ് ഹാളിലേക്ക് വന്നു. സർ, രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ സെക്രട്ടറി ആനന്ദ് നമ്മുടെ കമ്പനിയെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെയിൽ ചെയ്തിട്ടുണ്ട്, അയാൾ പറഞ്ഞു.
രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ പേര് കേട്ടതും അവിടെ ഇരുന്ന എല്ലാവരും ഞെട്ടി. അയാൾക്കെന്താ നമ്മളോട് സംസാരിക്കാനുള്ളത്? മൈത്രേയൻ അത്ഭുതപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും വളരെ ആശങ്കാകുലരായി കാണപ്പെട്ടു. അവൻ എന്താവും സംസാരിക്കാനുള്ളത്? എന്നോടാണോ മാധവനോടാണോ? അല്ലെങ്കിലും ശ്രാവണ ഗ്രൂപ്പിന് രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസുമായി എന്ത് ബന്ധം? മൈത്രേയൻ ആലോചിച്ചു. നിനക്ക് അവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അയാൾ മാധവനോട് ചോദിച്ചു. ഇല്ല, എനിക്കൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ഓഹരികൾ ഇടിഞ്ഞ് ഈ ദിവസം തന്നെ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അണിയറയിൽ നമ്മൾക്കെതിരെ കാര്യമായി എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാധവൻ പുരികം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ബിസിനസ് മേഖലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പാണ് രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്. കൂടുതൽ ചിന്തിക്കുന്തോറും ശ്രാവണ ഗ്രൂപ്പിനെ പൂർണ്ണമായും പാപ്പരാക്കിയത് അവർ തന്നെയാണെന്ന് അവിടെയുള്ളവർ അനുമാനിച്ചു. ശരി, ഫോൺ ഇവിടെ കണക്ട് ചെയ്യേ. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമുക്ക് പിന്നീട് ഒരു തീരുമാനത്തിലെത്താം, മൈത്രേയൻ പറഞ്ഞു. സെക്രട്ടറി കോൾ കണക്ട് ചെയ്തു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെങ്കിലും എല്ലാവർക്കും അതിൽ ഓഹരിയുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമേ എന്തു തീരുമാനവും എടുക്കാനാവൂ. മൈത്രേയൻ നല്ല ടെൻഷനിലായിരുന്നു. സെക്രട്ടറി കോൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ മൈത്രേയൻ എടുത്ത് ഹലോ പറഞ്ഞു. മിസ്റ്റർ മൈത്രേയൻ അല്ലേ? മറുവശത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. അതെ. മൈത്രേയൻ അല്പം ഭയത്തോടെ പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ശ്രാവണ ടവേഴ്സിലെ മീറ്റിംഗ് ഹാളിൽ ഒരു കോൺഫറൻസ് ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡയറക്ടർമാരും ആ യോഗത്തിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ അനുജന്റെ മകൻ ഗൗതം നിർബന്ധമായി മീറ്റിംഗിൽ ഉണ്ടായിരിക്കണം, സെക്രട്ടറി ആനന്ദ് പറഞ്ഞു. മൈത്രേയന്റെ മുഖം വിളറി. തന്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടതിന്റെ വേദന അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാണ്. ഫോൺ ലൗഡ് സ്പീക്കറിലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മകന്റെ പേര് കേട്ടപ്പോൾ മാധവന് വല്ലാത്ത നാണക്കേട് തോന്നി. എല്ലാ ഡയറക്ടർമാരും മാധവനെ ദേഷ്യത്തോടെ നോക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഗൗതം എന്ന പേര് ഉയർന്നു വന്നതോടെ ഇതിനെല്ലാം കാരണം അവനാണെന്ന് അവിടെയുള്ള എല്ലാവർക്കും തോന്നി. രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന് അവർ ആഗ്രഹിക്കുന്നതൊക്കെ നടത്തിക്കാൻ കഴിയും. മൈത്രേയനും കൂട്ടർക്കും എന്നല്ല, ആർക്കും അവരെ എതിർക്കാൻ കഴിയില്ല. ഗൗതം ആ രാജമന്ദ്ര ഗ്രൂപ്പിനെതിരായി എന്തോ ചെയ്തു, അതാണ് എല്ലാത്തിനും കാരണം എന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാ ഷെയർ ഹോൾഡർമാരും പാലക്കൽ കുടുംബാംഗങ്ങളും മീറ്റിംഗിൽ പങ്കെടുക്കാൻ മൈത്രേയൻ ഉത്തരവിട്ടു. അധികം സമയമില്ലാത്തതിനാൽ എല്ലാവരും തിരക്കിട്ട് അവിടെ എത്തി. ഗൗതമും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സമയം 3 മണിയായി. കോൺഫറൻസ് ഹാളിൽ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. സ്ഥിതി വളരെ സംഘർഷഭരിതമാണ്. ഫോൺ ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടും രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്നും ആരും അവിടേക്ക് വന്നില്ല. മീറ്റിംഗ് ഹാളിന് പുറത്തുള്ള ഇടനാഴിയിൽ രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ആളുകൾക്കായി മൈത്രേയനും മാധവനും കാത്തുനിൽപ്പുണ്ടായിരുന്നു. എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും വിളിച്ചു ചോദിക്കാനുള്ള ധൈര്യം പോലും അവർക്കില്ല. ഏട്ടാ, നമുക്ക് അങ്ങോട്ടേക്ക് വിളിച്ചാലോ? ശരിക്കും അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയണ്ടേ? ഓഹരി ഉടമകളെല്ലാം ഏറെ നേരമായി കാത്തിരിക്കുകയാണ്. അവരെ ഇങ്ങനെ കാത്തിരിപ്പിക്കുന്നത് വളരെ നാണക്കേടാണ്, മാധവൻ പറഞ്ഞു. അങ്കിളെ, ഇപ്പൊ എല്ലാവരും പറഞ്ഞേക്കാന്ന് തോന്നുന്നു. രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്നുള്ള ആൾ മീറ്റിംഗ് ഹാളിൽ വരുമ്പോൾ എല്ലാവരും വീണ്ടും വിളിക്കാം. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, രാഹുൽ പറഞ്ഞു. വേണ്ട രാഹുൽ, നമ്മൾ അവരെ കാത്തിരുന്നേ മതിയാവൂ. എന്തോ ഇഷ്യൂ ഉണ്ട്, മൈത്രേയൻ പറഞ്ഞു. എന്താ ഇത്? എത്ര നേരം ഇനിയും കാത്തിരിക്കണം? അവിടെ നിന്ന് ആരെങ്കിലും വരുമോ? എന്തിനാ ജനറൽ മാനേജറായ എന്നോട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പ്രത്യേകം പറഞ്ഞത്? ഗൗതമിന് കാത്തിരിക്കാനുള്ള ക്ഷമ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ അവരുടെ സെക്രട്ടറിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ത് ബോറായ കാര്യമാണ്. ഗൗതം വളരെ അക്ഷമനായി പറഞ്ഞു. മിണ്ടാതിരിക്കുക ഗൗതം, അവരെക്കുറിച്ച് നിനക്കെന്തറിയാം? അവരുടെ പേര് പറഞ്ഞാൽ തന്നെ ബിസിനസ് മേഖലയിൽ ചലനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള അവർ നിന്നോട് വരാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ചെയ്തിരിക്കണം. നീ കാരണമാണ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായതെങ്കിൽ ബാക്കി ഞാനിപ്പോ പറയുന്നില്ല, മാധവൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. ഈ കാര്യം ഇതിനകം അവിടെയുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ട്. കോൺഫറൻസ് ഹാളിൽ സെൻട്രലൈസ്ഡ് AC ഉണ്ടായിരുന്നിട്ടും എല്ലാവരും ടെൻഷൻ കൊണ്ട് വിയർക്കുകയായിരുന്നു. പെട്ടെന്നൊരു യുവാവ് തന്റെ 2 അഭിഭാഷകർക്കൊപ്പം കോൺഫറൻസ് ഹാളിലേക്ക് പ്രവേശിച്ചു. ഹായ് ഓൾ, ഞാൻ ആനന്ദ്. ഇപ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിനെ ഏറ്റെടുക്കുന്നതിനാണ് ഞാൻ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്, ആനന്ദ് പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി നോക്കി നിൽക്കുകയാണ്. അതുപോലെ ശ്രാവണ ഗ്രൂപ്പിന്റെ പുതിയ ചെയർമാൻ ഇനി മുതൽ ഞാനാണ്, അവൻ സമാധാനത്തിൽ പറഞ്ഞുകൊണ്ട് ആ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. പാലക്കൽ നീലകണ്ഠൻ ജീവിച്ചിരുന്ന കാലത്ത് അയാളായിരുന്നു ചെയർമാൻ.
അദ്ദേഹത്തിന്റെ മരണശേഷം ആ സീറ്റിലിരിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അന്നു മുതൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. മൈത്രേയനും മാധവനും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിരുന്നെങ്കിലും ചെയർമാനാവാൻ ആരും ധൈര്യം കാണിച്ചില്ല. അതുകൊണ്ടുതന്നെ ഇന്ന് ചെയർമാന്റെ സീറ്റിൽ പുറത്തുനിന്നൊരാൾ വന്നിരുന്നത് അവിടെയുള്ള ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ രാജമന്ദ്ര ഗ്രൂപ്പിനെതിരെ സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ല. അതിനാൽ അവർ മിണ്ടാതെ നിന്നു. എല്ലാവരുടെയും മുഖത്ത് വേദന നിഴലിച്ചപ്പോൾ ആനന്ദ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോഴും സിറ്റുവേഷൻ മനസ്സിലായില്ല അല്ലേ? ഡോണ്ട് വറി, ഞാൻ വിശദീകരിക്കാം. നിലവിൽ ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസിന്റെ 55% ഓഹരികൾ എന്റെ കയ്യിലാണ്. കൂടാതെ 20 ജ്വല്ലറി നിർമ്മാണ കേന്ദ്രങ്ങളും മറ്റ് 30 കടകളും പൂർണ്ണമായും എന്റെ നിയന്ത്രണത്തിലാണ്. അതിനാൽ ചെയർമാൻ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാവുമെന്ന് കരുതുന്നില്ല. ആനന്ദ് ഗൗരവത്തോടെ പറഞ്ഞു. ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവരും നിശബ്ദരായി നോക്കി നിൽക്കുകയാണ്. അതിനിടയിൽ അവന്റെ അഡ്വക്കേറ്റ് എല്ലാവർക്കും ചില പേപ്പറുകൾ കൊടുത്തു. അതെന്താണെന്ന സംശയത്തിൽ എല്ലാവരും ആനന്ദിനെ നോക്കി. കമ്പനി ഞാൻ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട രേഖകളാണതെല്ലാം. പ്ലീസ് ഗോ ത്രൂ വൺസ്, ആനന്ദ് പറഞ്ഞു. കമ്പനിയുടെ എല്ലാ ഡയറക്ടർമാരും ഗൗരവത്തോടെ ആ പേപ്പറുകൾ വായിക്കാൻ തുടങ്ങിയതും ആരാണ് ഇവിടെ ഗൗതം മാധവ്? ആനന്ദ് ചോദിച്ചു. ഞാനാണ് ഗൗതം. നിനക്കെന്താ എന്നെക്കൊണ്ട് ആവശ്യം? ഗൗതം പരിഹാസത്തോടെ പറഞ്ഞു. ഹോ, നിന്റെ കമ്പനി ഞാൻ വാങ്ങിച്ചിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല അല്ലേ? അവന്റെ സംസാരം ഇഷ്ടപ്പെടാത്ത ആനന്ദ് കയ്യിലുണ്ടായിരുന്ന സ്ട്രെസ് ബോൾ ശക്തിയിൽ അവന് നേരെ എറിഞ്ഞു. ആ! ബോൾ അവന്റെ വയറ്റിൽ കൊണ്ടതും അവൻ കഴിച്ച ഭക്ഷണം എല്ലാം പുറത്തേക്ക് വന്നുപോയി. ഗൗതം ദേഷ്യം കൊണ്ട് പുകഞ്ഞ് ആനന്ദിനെ നോക്കി. പക്ഷെ ഒരു വാക്കുപോലും പറയാൻ അവന് കഴിഞ്ഞില്ല. അവനൊന്നും മനസ്സിലായില്ല. ആനന്ദ് എന്തിനാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് അവൻ ചിന്തിച്ചത്. എനിക്ക് നിങ്ങളോടെല്ലാം നമ്മുടെ ഡീലിനെ കുറിച്ച് സംസാരിക്കണം. ബിഫോർ ദാറ്റ്, ഈ ഫ്ലോർ ഇങ്ങനെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് വൃത്തിയാക്കിയാൽ നന്നായിരിക്കും, ആനന്ദ് പരിഹാസത്തോടെ പറഞ്ഞു. ശരി മിസ്റ്റർ ആനന്ദ്, ഞാൻ വേഗം ക്ലീനിംഗ് സ്റ്റാഫിനെ വിളിക്കാം. മാധവൻ പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാൻ തുടങ്ങിയതും ആരാണോ വൃത്തികേടാക്കിയത് അവരാണ് അത് വൃത്തിയാക്കേണ്ടത്. സോ ഗൗതം, ആദ്യം ഈ ഫ്ലോർ ക്ലീൻ ചെയ്യൂ, എന്നിട്ട് സംസാരിക്കാൻ ബാക്കി, ആനന്ദ് അവനോട് ആജ്ഞാപിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആനന്ദ് രൂക്ഷമായ നോട്ടത്തോടെ പറഞ്ഞു. രാജമന്ദ്ര ഗ്രൂപ്പ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി. മിസ്റ്റർ ആനന്ദ്, പ്ലീസ്, അവൻ ചെറുപ്പമാണ്. അവനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഗൗതമനെ വെറുതെ വിട്ടൂടെ? മാധവൻ അവനോട് അപേക്ഷിച്ചു. പക്ഷേ ആനന്ദ് അയാൾ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. മിസ്റ്റർ ഗൗതം, ഇനിയും ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ നാളെ മുതൽ നീയും നിന്റെ കുടുംബക്കാരും ശ്രാവണ ടവേഴ്സിൽ വരേണ്ടതില്ല. ഗോൾഡ് ഫാക്ടറികളുമായും ജ്വല്ലറികളുമായും നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാകില്ല. എന്റെ സ്പെഷ്യൽ ടീമിനെ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ നിയമിക്കും. അവരെല്ലാം ശരിയാക്കിക്കൊള്ളും. ആനന്ദ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. രാജമന്ദ്ര ഗ്രൂപ്പിന്റെ ഡയറക്ടറുടെ പേഴ്സണൽ സെക്രട്ടറിയാണ് ആനന്ദ്. വളരെ കാലമായി അവിടുത്തെ വിശ്വസ്തനായ ജീവനക്കാരൻ. അവൻ എല്ലാ കാര്യത്തിലും തന്റെ മികവ് തെളിയിച്ചാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. ആനന്ദിന്റെ വാക്കുകൾ കേട്ട് മാധവന്റെ മുഖം വിളറി. അയാളുടെ ശരീരം മുഴുവൻ ഭയത്താൽ വിറച്ചു. തന്റെ മകൻ കാരണം ബിസിനസ് എല്ലാം നഷ്ടമാകുന്നത് അയാൾക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. സ്വത്ത്, പണം, പദവി, വില്ലകൾ, കാറുകൾ, ഫാക്ടറികൾ എല്ലാം നഷ്ടപ്പെട്ട് റോഡിലിറങ്ങി പിച്ച തെണ്ടേണ്ട അവസ്ഥ വരും. ഇതെല്ലാം ആലോചിച്ച് മൈത്രേയനും മാധവനും വിറച്ചു. ഗൗതം, നീ എന്താ എങ്ങനെ നിൽക്കുന്നത്? ചെയർമാൻ എന്ത് പറയുന്നോ അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വേഗം അത് ക്ലീൻ ചെയ്യേ. അച്ഛാ, ഞാൻ... ഗൗതം എന്തോ പറയാൻ പോവുകയായിരുന്നു. പക്ഷേ അതിനവന് കഴിഞ്ഞില്ല. ഗൗതമിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടേയിരുന്നു. ഇത്രയും നാണക്കേട് നേരിടാൻ താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവൻ സ്വയം ചിന്തിച്ചു. തന്റെ കുടുംബാംഗങ്ങൾക്കും ഡയറക്ടർ ബോർഡിലുള്ളവർക്കും മുന്നിൽ തറ വൃത്തിയാക്കുന്നത് വളരെ അപമാനകരമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവനിൽ ആനന്ദിനോടുള്ള വെറുപ്പ് വളർന്നു വന്നു. തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി ഗൗതം. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഗൗതമിന്റെ കവിളിൽ മാധവൻ നോക്കി നിൽക്കാതെ പറഞ്ഞത് ചെയ്ടാ, അതോ നീ ഞങ്ങളെ പാപ്പരാക്കാൻ നോക്കുകയാണോ? അയാൾ ചോദിച്ചു. അപ്പോ ഞാൻ തന്ന പേപ്പറുകൾ എല്ലാവരും വായിച്ചല്ലോ? ആനന്ദ് എല്ലാവരോടും ചോദിച്ചു. അവന്റെ ചോദ്യത്തിന് എല്ലാവരും തലയാട്ടി. രാജമന്ദ്ര ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നിങ്ങളുടെ ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞു. അതിനെക്കുറിച്ചാണ് ആ ഡോക്യുമെന്റ്സിലുള്ളത്. പിന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട.
നിങ്ങളുടെ ഷെയർസ് ഒന്നും നഷ്ടാകില്ല. ഞങ്ങളിത് ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇനി മുതൽ ഈ കമ്പനിയിൽ ലാഭം മാത്രമേ ഉണ്ടാകൂ. അത് ഞാൻ തരുന്ന ഉറപ്പാണ്, ആനന്ദ് എല്ലാവരോടുമായി പറഞ്ഞു. അവർ ഏറ്റെടുത്തത് ഒരിക്കലും തങ്ങളുടെ ബിസിനസ് നശിപ്പിക്കാനല്ല എന്ന് ഇതിനോടകം എല്ലാവർക്കും ബോധ്യമായിരുന്നു. കൂടാതെ അവർ സ്ഥാപിച്ച നിയമങ്ങളും മാറ്റങ്ങളും ഷെയറുകളെ ബാധിക്കില്ല എന്നതും മുൻപത്തെക്കാളും ഗ്രോത്ത് ഉണ്ടാകുമെന്നതും അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കമ്പനി ഏറ്റെടുക്കുന്നതിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പുതിയ ചെയർമാൻ ആനന്ദിന്റെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു, ഡയറക്ടർമാരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എല്ലാവരും അതിനെ കൈയടിച്ച് അംഗീകരിച്ചു. ആനന്ദിന്റെ നേതൃത്വവും അവർ അംഗീകരിച്ചു. കമ്പനിയിൽ വലിയൊരു മാറ്റം വരാൻ പോകുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. രാജമന്ദ്ര ഗ്രൂപ്പിൽ അംഗമായ ആനന്ദ് വഴി കമ്പനി നന്നായി വളരുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു. അതേ ദിവസം വൈകുന്നേരം 6 മണിക്ക് ശേഷം അർജുന്റെ ജ്യൂസ് കടയിൽ ആനന്ദ് അർജുനോട് ശ്രാവണ ടവേഴ്സിൽ അന്ന് നടന്ന മീറ്റിംഗിന്റെ വിശദാംശങ്ങൾ പറയുകയായിരുന്നു. അർജുൻ അവന് മുന്നിലെ ചെയറിലിരുന്ന് ലാപ്ടോപ്പിൽ ആ മീറ്റിംഗിൽ എടുത്ത വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. ഗ്രേറ്റ് ആനന്ദ്, ഞാൻ പറഞ്ഞ വർക്ക് നീ നന്നായി തന്നെ ചെയ്തു. വീഡിയോ ക്ലോസ് ചെയ്തുകൊണ്ട് അർജുൻ അവനെ അഭിനന്ദിച്ചു. താങ്ക് യു സർ. സാർ പറയുന്നതെല്ലാം ചെയ്യേണ്ടത് എന്റെ കടമയാണ്. ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ആനന്ദ് വിനയത്തോടെ പറഞ്ഞു. തന്റെ മുകളിലുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് ആനന്ദിന് നന്നായി അറിയാം. അവർ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ ഇനി രാജമന്ദ്ര ഗ്രൂപ്പിന്റെ ഓഫീസിലേക്ക് വരേണ്ടി വരില്ല എന്ന് അവന് നല്ല ബോധ്യമുണ്ട്. ചെറിയൊരു പിഴവ് പോലും അവന്റെ ജോലി നഷ്ടപ്പെടുത്തിയേക്കാം. അർജുൻ സർ, സാർ പറഞ്ഞതുപോലെ ശ്രാവണ ഗ്രൂപ്പ് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞു. പാലക്കൽ മൈത്രേയന്റെ കുടുംബത്തിന് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. പക്ഷെ ഇയാളുടെ മരുമകനാകാൻ പോകുന്ന രാഹുലിന്റെ കുടുംബം വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ചിലപ്പോൾ അവർ ഇവരെ സഹായിച്ചേക്കും. അതുകൊണ്ട് രാഹുലിന്റെ ഫാമിലിയെയും തകർക്കാനുള്ള പ്ലാൻ റെഡിയാക്കണ്ടേ സാർ? ആനന്ദ് ചോദിച്ചു. ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. നിരവധി ബിസിനസ് ടീമുമായി ശ്രാവണ ഗ്രൂപ്പിന് നല്ല സൗഹൃദമുണ്ട്. അതിനാൽ തന്നെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് കരകയറാൻ കഴിയും. നീ ആദ്യം ചെയ്യേണ്ടത് ഇവരുടെ ഒരു ബ്രദർ ഇല്ലേ, പാലക്കൽ മഹാദേവൻ, അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. ശ്രാവണ ഗ്രൂപ്പിന്റെ എല്ലാ ഷെയർ ഹോൾഡർമാർക്കും ലഭിക്കുന്ന അതേ ഷെയർ പാലക്കൽ മഹാദേവനും കിട്ടണം, അവൻ പറഞ്ഞു. അർജുൻ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ശ്രാവണ ഗ്രൂപ്പ് ഓഫ് ജ്വല്ലറീസ് സ്വന്തമാക്കിയത്. അതിൽ പ്രയാഗയുടെ അച്ഛന്റെ ജ്വല്ലറി ഫാക്ടറിയും ഉൾപ്പെടും. ഇതുവഴി അവരുടെ പ്രശ്നങ്ങൾ മാറ്റണമെന്ന ലക്ഷ്യവും അതിന്റെ പുറകിലുണ്ടായിരുന്നു. എല്ലാം സാർ പറയുന്ന പോലെ ചെയ്യാം. സാർ, ഒരു സംശയം. ഈ പറഞ്ഞ പാലക്കൽ മഹാദേവനെ ബോർഡ് മെമ്പറാക്കി നല്ലൊരു പൊസിഷൻ കൊടുക്കട്ടെ? ആനന്ദ് ചോദിച്ചു. തൽക്കാലം ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. ഇങ്ങോട്ടൊന്നും പറയണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അർജുൻ തന്റെ ടോൺ ഒന്ന് മാറ്റി അവനോട് പറഞ്ഞു. സോറി സാർ. തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് ആനന്ദിന്റെ മുഖത്ത് ഒരു ജാള്യത നിറഞ്ഞു. അർജുനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അവന്റെ പ്രീതിക്കായി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അവൻ. ആനന്ദിന്റെ അതിരുകടന്ന ആത്മാർത്ഥതയും ചമ്മിയ മുഖഭാവവും കണ്ട് അർജുന് ചിരി വന്നു. അത് വിട്. കമ്പനിയിലേക്ക് നല്ല ജ്വല്ലറി ഡിസൈനർമാരെയും ഒരു ചീഫ് ഡിസൈനറെയും റിക്രൂട്ട് ചെയ്യണം ആദ്യം. ചില വ്യക്തമായ പ്ലാനുകളോടെ അർജുൻ പറഞ്ഞു. തീർച്ചയായും സാർ, ഞാൻ അതുപോലെ ചെയ്യാം, ആനന്ദ് പറഞ്ഞു. ഓക്കെ, എന്നാൽ ആനന്ദ് ഇപ്പോൾ പോയിക്കോളൂ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അർജുൻ പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം. പ്രയാഗ, ദേ ഇത് നോക്ക്, അർജുൻ അവളെ തന്റെ ഫോൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു. നിലവിലുള്ള ഡിസൈനർമാർക്ക് പകരം പുതിയ ഡിസൈനർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ ചെയർമാൻ ആനന്ദ് സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് നൽകിയിട്ടുണ്ട്. നിനക്കൊന്ന് ശ്രമിച്ചുകൂടെ? അർജുൻ പറഞ്ഞു. ഓ, എന്റെ മോൾ എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാനായോ നീ? അവന്റെ ഒരു ഉപദേശം. നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി മോളെ, രേണുക ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ പ്രയാഗ ആഭരണ ഡിസൈനിങ്ങിൽ ബിരുദം നേടിയിരുന്നുവെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. ജ്വല്ലറി ഡിസൈനിങ്ങിൽ അവൾക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. എല്ലാറ്റിനുമുപരിയായി പ്രയാഗ എപ്പോഴും അവളുടെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ഡിസൈനുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് അവൻ ശ്രദ്ധിക്കാറുണ്ട്. രാജ്യം കണ്ട ഏറ്റവും മികച്ച ഡിസൈനർ ആകണമെന്നാണ് അവളുടെ സ്വപ്നം. എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ ജ്വല്ലറിയിൽ ഇതേ ആഗ്രഹവുമായി ചെന്നിട്ട് അവളെ അവർ തഴയുകയായിരുന്നു. അവളുടെ ഡിസൈനുകൾ വളരെ മികച്ചതായിട്ടും മാനേജ്മെന്റ് അവൾക്ക് അവസരം നൽകിയില്ല. ഇതെല്ലാം ഗൗതമും കൂട്ടരും മനഃപൂർവ്വം ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് കാരണം അവൾ അർജുന്റെ ഭാര്യയായി എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ആനന്ദിലൂടെ തന്റെ ഭാര്യയുടെ ടാലന്റ് ഈ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ അർജുൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അർജുൻ പറഞ്ഞ ഓഫർ വളരെ നല്ലതാണെന്ന് അവൾക്ക് തോന്നി. അവളുടെ മുഖത്ത് എക്സൈറ്റ്മെന്റ് നിറഞ്ഞു. അവൾ അവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അത് വായിക്കാൻ തുടങ്ങി.
ഈ ഓഫർ വളരെ നല്ലതാണ് അർജുൻ. ഞാൻ എന്തായാലും ഒരു കൈ നോക്കാം, അവൾ പറഞ്ഞു. ജ്വല്ലറി ഡിസൈൻ പഠിച്ച ഞങ്ങളുടെ മോള് ഇത്രയും വർഷം കമ്പനിയിൽ നിന്ന് വിലക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ലോകോത്തര ഡിസൈനർ ആകുമായിരുന്നു. ഓരോ സമയദോഷം, രേണുക അല്പം നിരാശയോടെ പറഞ്ഞു. മോളെ, മുൻപ് നിന്റെ കഴിവും അറിവും വളരാൻ എന്റെ ഏട്ടനും അനിയനും സമ്മതിച്ചില്ല. ഇനിയിപ്പോ ആ പേടി വേണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് മുന്നിലുള്ള ഒരു വലിയ അവസരമാണിത്. നീ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഉറപ്പായി എന്റെ മോൾ വിജയിക്കും. അവൾ ചെയ്ത ഡിസൈനുമായി ഇന്റർവ്യൂവിന് പോകാൻ അവർ തീരുമാനിച്ചു. ഈ ഡിസൈൻ ചെയർമാൻ ആനന്ദിന് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലേ? അല്ല, എന്താ ഇതിനൊരു പേരിടുക? പ്രയാഗ ചോദിച്ചു. ശരിയാണല്ലോ, ഇതിന്റെ ബ്യൂട്ടി ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പേര് തന്നെ കണ്ടെത്തണം, അർജുൻ പറഞ്ഞു. അവർ രണ്ടുപേരും ആലോചിക്കാൻ തുടങ്ങി. ദി ഡയമണ്ട് കിങ്, ഈ പേരെങ്ങനെ? അർജുൻ ചോദിച്ചതും അവൾ വീണ്ടും അതേ പേര് ഉച്ചരിച്ചു. ദി ഡയമണ്ട് കിങ്. കൊള്ളാം, എനിക്കിഷ്ടായി, പ്രയാഗ പറഞ്ഞു. ആവേശം കൊണ്ട് തിളങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അർജുൻ നോക്കി നിന്നു. അതിനുശേഷം പ്രയാഗ ഉടൻ തന്നെ ആനന്ദിന് റെസ്യൂം മെയിൽ ചെയ്തു. ഇമെയിൽ അയച്ച് അല്പസമയത്തിനകം ആനന്ദിൽ നിന്നും അവൾക്ക് മറുപടിയും ലഭിച്ചു. യുവർ ഡിസൈൻ ഈസ് വെരി ഇംപ്രസീവ്. ഇറ്റ് ക്ലിയർലി ഷോസ് യുവർ ടാലന്റ്. പ്ലീസ് കം ടു മൈ ഓഫീസ് ടുമാറോ വിത്ത് യുവർ ഡിസൈൻസ് എന്നായിരുന്നു മെയിലിന്റെ ചുരുക്കം. അത് കണ്ട പ്രയാഗ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഓടിച്ചെന്ന് അർജുനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവനൊന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്നാണ് താൻ എന്താ ചെയ്തതെന്ന ബോധ്യം അവൾക്കും ഉണ്ടായത്. പിറ്റേന്ന് രാവിലെ പ്രയാഗ അർജുനുമായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രാവണ ടവറിലേക്ക് പുറപ്പെട്ടു. പ്രയാഗയുടെ ജ്വല്ലറി ഡിസൈനുകൾക്ക് ചെയർമാന്റെ ലെവലിലുള്ള ഒരാൾ ആദ്യമായി അംഗീകാരം നൽകിയതിന്റെ ത്രില്ലിലായിരുന്നു അവൾ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അർജുൻ, അതുപോലെ തന്നെ ടെൻഷനും. ആനന്ദിനെ പോലെ ഒരു വലിയ ആളോട് നേരിട്ട് സംസാരിക്കാൻ പോവുകയാണ് ഞാൻ, അതും ആദ്യമായി, പ്രയാഗ അർജുനോട് പറഞ്ഞു. ടെൻഷൻ എന്തിന്? അർജുൻ ചോദിച്ചു. അത് പിന്നെ, അദ്ദേഹം ചോദിക്കുന്നതിന് ഞാൻ ശരിയായ ഉത്തരം പറയുമോ? അഥവാ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടില്ലേ? അങ്ങനെ കുറെ തോട്ട്സ്, അവൾ മടിച്ചു പറഞ്ഞു. നീ അധികം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നിന്റെ ഡിസൈനിങ് സ്കില്ലിനെ കുറിച്ച് അയാളോട് നന്നായി പറയുക, ബാക്കി വരുന്നത് പോലെ വരട്ടെ, അർജുൻ അവൾക്ക് ആത്മവിശ്വാസം നൽകിക്കൊണ്ട് പറഞ്ഞു. എന്റെ ഡിസൈൻ എല്ലാം ഭംഗിയായി ഓർണമെന്റ്സ് ആക്കണം, എല്ലാവരും അത് കാണണം. ഉഫ്, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത്, അവൾ ആവേശത്തോടെ പറഞ്ഞു. ഈ ആവേശത്തോടെ അവിടെ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി, നിന്റെ എല്ലാ ആഗ്രഹവും നടക്കും, അർജുൻ കളിയോടെ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു, പ്രയാഗ ചിരിച്ചു. എങ്കിൽ എന്റെ വക അഡ്വാൻസായി ഒരു കൺഗ്രാറ്റുലേഷൻസ് വെച്ചോ, അർജുൻ അവളെ ആശംസിച്ചു. താങ്ക്സ് അർജുൻ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്, പ്രയാഗ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അവിടെ നിന്ന് അവർ 25-ാം നിലയിലെത്തി. ആ നിലയിലാണ് ചെയർമാന്റെ ഓഫീസ്. എല്ലാ ജീവനക്കാരും ഔപചാരിക സ്യൂട്ടിൽ വളരെ തിരക്കിലാണ് ജോലി ചെയ്യുന്നത്. അവർ ഓഫീസിൽ കയറിയപ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം അമ്പരന്നു. പ്രയാഗ, നീ എന്താ ഇവിടെ? ആരോട് ചോദിച്ചിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്? അപ്പോയിന്റ്മെന്റ് വല്ലതും ഉണ്ടോ? അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവളോട് ചോദിച്ചു. അവരുടെ ചോദ്യത്തിനു മുന്നിൽ അവൾ അല്പം പരിങ്ങി. കാവ്യ മാഡം വാൺ ചെയ്തതല്ലേ ഓൾറെഡി, നിന്റെ ഈ ഭർത്താവിനെയും കൂട്ടി അവരുടെ മുന്നിൽ എത്തരുതെന്ന്. എന്നിട്ടും എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ രണ്ടാളും ഇവിടെ വന്നത്? അവർ വീണ്ടും ചോദിച്ചു. അർജുൻ എന്റെ ഹസ്ബൻഡാണ്, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ അവനുമായി ഇവിടെ വരും. പ്രയാഗ ഫയലും കയ്യിൽ പിടിച്ച് ചെയർമാന്റെ ക്യാബിനിലേക്ക് പോയി. പ്രയാഗ, സ്റ്റോപ്പ് ഇറ്റ്! ഒരു ശബ്ദം അവളുടെ നടത്തം തടഞ്ഞു. അവൾ ശബ്ദം വന്ന ഭാഗത്തേക്ക് നോക്കി. ഗ്രേ കളർ സ്യൂട്ടിൽ അവളുടെ ഇളയ സഹോദരി കാവ്യ നടന്നു വരുന്നത് അവൾ കണ്ടു. കാവ്യ ഇപ്പോൾ ശ്രാവണ ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറും ചീഫ് ജ്വല്ലറി ഡിസൈനറുമാണ്. പാലക്കൽ മൈത്രേയന്റെ മകളായതിനാൽ അവൾക്ക് ആ കമ്പനിയിൽ എതിരാളികളില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അഹങ്കാരം അവൾക്കുണ്ടായിരുന്നു. ഹായ് കാവ്യ, പ്രയാഗ പറഞ്ഞു. നിന്റെ ഹായ് ഒന്നും എനിക്ക് കേൾക്കണ്ട. നീ എന്ത് ധൈര്യത്തിലാ പിന്നെയും എന്റെ മുന്നിൽ വന്നത്, അതും ഈ യൂസ്ലെസ്സിനെയും കൊണ്ട്? കാവ്യ അർജുനെ അറപ്പോടെ നോക്കി. സോറി കാവ്യ, ഞാനും അർജുനും ഇവിടെ ഒരു അത്യാവശ്യ കാര്യത്തിനാ വന്നത്. അത് കഴിഞ്ഞ ഉടൻ ഞങ്ങൾ പോകും, പ്രയാഗ അല്പം പേടിയോടെ പറഞ്ഞു. കയ്യിൽ വന്ന അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണവൾ. കാരണം ഇത്രയും നാളും അവളുടെ അച്ഛന്റെ കുടുംബം അവളുടെ കഴിവിനെ ചവിട്ടി മെതിച്ചു. അതോടൊപ്പം അപകർഷതാബോധവും അവളിലുണ്ടായിരുന്നു. നീ എന്തിനാ അവളോട് മാപ്പ് പറയുന്നേ? അവളോട് നീ വല്ല തെറ്റും ചെയ്തോ? അർജുൻ ചോദിച്ചു. നീ ആരാ എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? കാവ്യ അവനോട് ദേഷ്യത്തിൽ പറഞ്ഞു. നിന്നോട് സംസാരിക്കാൻ ധൈര്യത്തിന്റെ ആവശ്യമെന്തിനാ? നിന്നെ ഭയക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
അന്ന് നിന്റെ എൻഗേജ്മെന്റിന് എന്റെ തെറ്റല്ലായിരുന്നിട്ട് കൂടി ഞാൻ മാപ്പ് പറഞ്ഞു. ഇനി അതില്ല. സമാധാനത്തിലെങ്കിലും അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അർജുൻ, നിന്നോട് ഞാൻ പറഞ്ഞത് നീ മറന്നോ? അവിടെ മറ്റാരുടെയോ ശബ്ദം കേട്ട് അവർ മൂവരും തിരിഞ്ഞു നോക്കി. രാഹുലായിരുന്നു അത്. അവൻ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വന്നു. അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ലൈഫിൽ ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ വരരുതെന്നല്ലേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ശ്രാവണ ഗ്രൂപ്പിൽ രാഹുൽ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറക്ടർമാരുടെ ലിസ്റ്റിൽ അവനുണ്ട്. രാഹുലിനെ കണ്ടതും പ്രയാഗയുടെ ഭയം കൂടിക്കൂടി വന്നു. ഈ സംസാരം എങ്ങോട്ടേക്കാ പോകുന്നതെന്ന ടെൻഷനിലായിരുന്നു അവൾ. പെട്ടെന്ന് കാവ്യ പ്രയാഗയുടെ കയ്യിലെ ഫയൽ കണ്ടു. ഓ, നീ ഡിസൈനും സർട്ടിഫിക്കറ്റും എല്ലാം എടുത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണോ വന്നത്? നിന്നെ പോലെ തന്നെ നീ ചെയ്ത ഡിസൈനും ലോ ക്ലാസ് ആയിരിക്കും. കുടുംബം പോറ്റാൻ ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ നിനക്ക് ചേരുന്ന ഏതെങ്കിലും ജോലി നോക്കണം, അല്ലാതെ എത്താ കൊമ്പത്ത് ചാടിപ്പിടിക്കാൻ നോക്കരുത്. കാവ്യ അവളെ പരിഹസിച്ചു. പ്രയാഗ മറുപടി ഒന്നും പറഞ്ഞില്ല. നീ എത്ര കാലം കൊണ്ട് ഡിസൈൻ വർക്ക് ചെയ്യുന്നു? ഏതെങ്കിലും ഒന്ന് പുറം ലോകം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കമ്പനിയിലെ ചീഫ് ഡിസൈനർ ഞാനാണ്. ഞാൻ ഒരിക്കലും നിന്റെ ഡിസൈൻ അംഗീകരിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകുന്നതാണ് നല്ലത്. കാവ്യ തുടരെ അവളെ അധിക്ഷേപിച്ചു. പ്രയാഗയ്ക്ക് അത് കേട്ട് നല്ല വിഷമം വന്നു. എന്തിനാ കാവ്യ നീ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? നമ്മളെല്ലാം ഒരു കുടുംബമാണ്. അത് നീ മറന്നോ? നീ എന്തിനാ എന്നെ ഇത്ര വെറുക്കുന്നത്? പ്രയാഗ ദേഷ്യത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു. കാവ്യ മറുപടി ഒന്നും പറയാതെ ഉച്ചത്തോടെ പ്രയാഗയെ നോക്കി. എന്റെ ഡിസൈനുകൾ കാണാതെ നിനക്കെങ്ങനെ പറയാനാകും അത് മോശമാണെന്ന്? നീ ഒന്ന് നോക്കിയിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ പോലും ഞാൻ അംഗീകരിച്ചേനെ, പ്രയാഗ പറഞ്ഞു. ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ? ഈ പേപ്പറെല്ലാം വലിച്ചു കീറി ചവറ്റുകുട്ടയിൽ എറിഞ്ഞാൻ, കാവ്യ പറയവേ പ്രയാഗയ്ക്ക് വിഷമമായി. അവളുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിനെയാണ് കാവ്യ ഇത്തരത്തിൽ അപമാനിച്ചത്. അവളുടെ ചുണ്ടുകൾ വിറച്ചു. കാവ്യ കാരണമാണ് ശ്രാവണയിൽ തന്റെ ഡിസൈൻസ് ഇതുവരെ എടുക്കാഞ്ഞതെന്ന് അവൾക്ക് തോന്നി. കാവ്യയ്ക്ക് എന്തിനാണ് തന്നോട് ഇത്ര ശത്രുത എന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്റെ ഡിസൈൻ അത്രയും മോശമാണെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും കാവ്യ? അവൾ ചോദിച്ചു. ഞാൻ ഈ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു ഡിസൈനറാണ്. ഞാൻ ചെയ്ത ആഭരണങ്ങളാണ് ഈ മാർക്കറ്റിൽ ഏറ്റവും നല്ലത്. നീ ചെയ്ത ഏതെങ്കിലും ഒരു ഡിസൈൻ ഇതുവരെ പുറംലോകം കണ്ടിട്ടുണ്ടോ? കാവ്യ ധാർഷ്ട്യം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? പെട്ടെന്ന് അവിടെ ഗൗരവമേറിയ ഒരു ശബ്ദം കേട്ടു. ഓഫീസ് ആകെ നിശബ്ദമായി. ആനന്ദായിരുന്നു അത്. കാവ്യയെയും രാഹുലിനെയും ദൂരെ നിന്ന് കണ്ടിട്ടാണ് ആനന്ദ് അവിടെ എത്തിയത്. കാവ്യയ്ക്കും രാഹുലിനും ഒരു നിമിഷം ഭയം തോന്നി. രാജമന്ദ്ര ഗ്രൂപ്പിൽ നിന്നുള്ള ആനന്ദിനെ എതിർക്കാൻ അവർക്ക് ധൈര്യമില്ല. കാരണം ആനന്ദിന്റെ ദേഷ്യം എന്താണ് എന്ന് അവർ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്താ രാവിലെ ഒരു വഴക്ക്? ആനന്ദ് ചോദിച്ചു. ഒന്നുമില്ല ചെയർമാൻ, ഇവിടെ വഴക്കൊന്നുമില്ല. കമ്പനിയെക്കുറിച്ച് ഒന്നും അറിയാതെ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളത് പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു, രാഹുൽ പറഞ്ഞു. ഓ അതെയോ? നിങ്ങൾ രണ്ടുപേർക്കും ആ നിയമങ്ങളെല്ലാം നന്നായി അറിയാമല്ലോ, ആനന്ദ് ചോദിച്ചു. സാർ, ഇത് പ്രയാഗ. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെയാണ് ഇവർ രണ്ടുപേരും ഇവിടെ എത്തിയത്. അതാണ് ഞങ്ങൾ, രാഹുൽ പറഞ്ഞു. മിസ്റ്റർ രാഹുൽ, ഞാനാണ് അവരോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആനന്ദ് കൂളായി ചോദിച്ചു. അത് കേട്ട് രാഹുൽ നിശബ്ദനായി. പിന്നെ ഈ ഓഫീസ് കോറിഡോറിൽ നിന്ന് ഇങ്ങനെ ബഹളം വെക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? ആനന്ദ് ചോദിച്ചതും രാഹുലിന്റെയും കാവ്യയുടെയും മുഖം മാറി. ഓഫീസിൽ അനാവശ്യ വഴക്കുകൾ ഉണ്ടാക്കരുത്. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ രണ്ടുപേരും എന്നേക്കുമായി ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടി വരും, ആനന്ദ് ഗൗരവത്തിൽ പറഞ്ഞു. പ്രയാഗ അവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ശോ, ആ നാശം പിടിച്ചവൾ കൊണ്ടുവന്ന ഡിസൈൻ ആനന്ദ് അപ്രൂവ് ചെയ്യുമോ രാഹുൽ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, കാവ്യ അക്ഷമയോടെ പറഞ്ഞു. കാവ്യ, നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. എത്ര നല്ല ഡിസൈൻ ആയാലും അതിന് ലാസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ടത് നീയാണ്. നീയല്ലേ കമ്പനിയുടെ ചീഫ് ഡിസൈനർ. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന്, രാഹുൽ പറഞ്ഞു. ആ അതൊക്കെ ശരിയാണ്, പക്ഷേ ആ ആനന്ദ്, അയാൾ വളരെ റൂഡാണ്. അയാളുടെ തീരുമാനത്തെ നമ്മൾ എതിർത്താൽ അയാൾ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൾ ഭയത്തോടെ പറഞ്ഞു. ഇപ്പൊ അവന്റെ സമയമാണ്, പക്ഷെ അതെപ്പോഴും അങ്ങനെ ആവില്ല. കാവ്യ, നീ റിലാക്സ് ചെയ്യേ. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. അവൻ നമ്മുടെ വഴിയെ വരും, ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരും, രാഹുൽ അവളെ ആശ്വസിപ്പിച്ചു. അതേസമയം ക്യാബിന്റെ ഉള്ളിൽ ആനന്ദ് തന്റെ ചെയറിൽ ഇരുന്ന ശേഷം പ്രയാഗയോടും അർജുനോടും ഇരിക്കാൻ ആവശ്യപ്പെട്ടു. താങ്ക്സ്,
പറഞ്ഞുകൊണ്ട് പ്രയാഗ ചെയറിലിരുന്നു. മിസ്സിസ് പ്രയാഗ ഇന്നലെ കാണിച്ച ഡിസൈൻ വളരെ നന്നായിരുന്നു. അവൻ അവളെ അഭിനന്ദിച്ചുകൊണ്ട് തന്റെ സംസാരം ആരംഭിച്ചു. താങ്ക് യു സർ. അവൾ പതിയെ പുഞ്ചിരിച്ചു. ഇത് തന്റെ ഹസ്ബൻഡാണോ? അവൻ അർജുനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു. ഓക്കെ, നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഇന്നലെ പറഞ്ഞ പോലെ താൻ ചെയ്ത ഡിസൈൻസ് ഒക്കെ കൊണ്ടുവന്നോ? ആനന്ദ് ചോദിച്ചു. യെസ് സർ, ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ തന്റെ ഡിസൈൻ ബുക്ക് എടുത്ത് അവന്റെ മുന്നിൽ വെച്ചു. എവിടെ നോക്കട്ടെ? അവൻ അത് വാങ്ങി പേജുകൾ മറിക്കാൻ തുടങ്ങി. വാവ്, ബ്യൂട്ടിഫുൾ. അവളുടെ ഡിസൈനുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ളതാണെന്ന് ആനന്ദിന് മനസ്സിലായി. ആക്ച്വലി ശ്രാവണ ജ്വല്ലേഴ്സിൽ ഇപ്പോഴുള്ള ഡിസൈൻസ് എല്ലാം വളരെ പഴയ മോഡൽസ് ആണ്. തന്റെ ഈ ഡിസൈനിൽ ഓർണമെന്റ് ആക്കിയാൽ അതിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ആയിരിക്കുമെന്ന് തോന്നുന്നു. ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അതുവരെ അല്പം ടെൻഷനിലായിരുന്ന പ്രയാഗയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. പ്രയാഗ, ഈ പെർട്ടിക്കുലർ ഡിസൈൻ ഓർണമെന്റ് ആക്കാൻ ഏകദേശം എത്ര ചിലവ് വരുമെന്നാണ് തോന്നുന്നത്? അവളുടെ മാസ്റ്റർ പീസ് ഡിസൈൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആനന്ദ് ചോദിച്ചു. സർ, എന്റെ കാൽക്കുലേഷനിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപ ചിലവ് വരുമെന്ന് തോന്നുന്നു. അവൾ ആത്മവിശ്വാസത്തോടെ മറുപടി കൊടുത്തു. ഓക്കെ, എങ്കിൽ നമുക്കതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കണം. ഐ ലവ് ദാറ്റ് പീസ്. ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. ആൻഡ് വൺ മോർ തിങ്, ഇനി ഇവിടുത്തെ ചീഫ് ഡിസൈനർ പ്രയാഗയായിരിക്കും, ആനന്ദ് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ട് അവൾ ഞെട്ടി. സന്തോഷം കാരണം എന്ത് പറയണമെന്ന് തന്നെ അറിയാതെ അവൾ നിന്നു. സാർ, ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഒരു സാധാരണ ജോലി മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. സർ, ഞാൻ ചീഫ് ഡിസൈനർ ആവാൻ എനിക്കത് സാധിക്കുമോ? ഒരേ സമയം പേടിയും സന്തോഷവും കൊണ്ട് അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. തനിക്കിതിന് കഴിയും പ്രയാഗ. യു ഹാവ് ദാറ്റ് ഗിഫ്റ്റ് വിത്തിൻ യു, ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ ചർച്ചകളെല്ലാം മിണ്ടാതെ കേട്ടിരിക്കുകയാണ് അർജുൻ. പ്രയാഗയുടെ തീരുമാനം പറഞ്ഞാൽ ഞാൻ മറ്റ് ബോർഡ് മെമ്പേഴ്സിനോട് ഈ കാര്യം പറയാം. തനിക്ക് ഇന്നു മുതൽ തന്നെ ജോലിയിൽ കയറാം. ഈ പ്രൊജക്ട് മാർക്കറ്റിലെത്തിയാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇരട്ടിയാകും. അതുപോലെ ഇതൊരു ട്രെൻഡ് സെറ്റർ ആവുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, ആനന്ദ് പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു സോ മച്ച് സർ. ഐ വിൽ ഡു മൈ ബെസ്റ്റ്, അവൾ പറഞ്ഞു. പ്രയാഗ, എന്നോട് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, ആനന്ദ് പറഞ്ഞുകൊണ്ട് അർജുനെ മെല്ലെ നോക്കി. അർജുൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവനെ തിരിച്ചു നോക്കി. അല്ല, തന്റെ ഹസ്ബൻഡിന് എന്താണ് ജോലി? അയാൾക്കും ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? അവൻ ചോദിച്ചു. യെസ് സർ, അർജുനൻ ചെറുപ്പം മുതൽ ജ്വല്ലറി ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആണ്. ലൈഫിലെ ചില സിറ്റുവേഷൻ കാരണം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നതാ, അവൾ പറഞ്ഞു. ഓ, അർജുനും ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അയാളും ഡിസൈനറായി ജോയിൻ ചെയ്യട്ടെ, ആനന്ദ് പറഞ്ഞതും പ്രയാഗ സന്തോഷത്തോടെ അർജുനെ നോക്കി. അത് ഞാൻ ഈ ഫീൽഡിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല സർ. പറ്റുമെങ്കിൽ ഞാൻ പ്രയാഗയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം, അത്രേ എന്നെ കൊണ്ടാകൂ, അവൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. സർ, അങ്ങനെയെങ്കിൽ അർജുനെ എന്റെ അസിസ്റ്റന്റ് ആക്കാമോ? പ്രയാഗ ഒരു അപേക്ഷ എന്നോണം ചോദിച്ചു. അതെന്നോട് ചോദിക്കേണ്ട പ്രയാഗ. താനാണ് ഇപ്പോ ഇവിടുത്തെ ചീഫ് ഡിസൈനർ. സോ തീരുമാനമെടുക്കേണ്ടതും താനാണ്. അതിനുള്ള പൂർണ്ണ അധികാരം ഇപ്പോൾ തനിക്കുണ്ട്, ആനന്ദ് പറഞ്ഞു. പ്രയാഗ സന്തോഷത്തോടെ അർജുനെ തന്റെ അസിസ്റ്റന്റ് ആക്കുകയും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു. ശേഷം അർജുനും പ്രയാഗയും ആനന്ദിനൊപ്പം ക്യാബിനിൽ നിന്നിറങ്ങി. ഇറങ്ങി വന്നപ്പോഴുള്ള പ്രയാഗയുടെ മുഖത്തെ സന്തോഷം കണ്ട് എല്ലാവരും അതിശയിച്ചു. ആനന്ദ് ഓഫീസ് ഹാളിൽ വന്നു നിന്നു. ഹലോ ഓൾ, ജസ്റ്റ് എ മിനിറ്റ്, എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവരും ജോലി നിർത്തിവെച്ച് അങ്ങോട്ട് വന്നു. കമ്പനിയുടെ ഓർണമെന്റ് ഡിസൈനിങ്ങിൽ കുറച്ചധികം മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇനി മുതൽ മിസ്സിസ് പ്രയാഗ അർജുനായിരിക്കും നമ്മുടെ ചീഫ് ഡിസൈനർ, അവൻ പറഞ്ഞു. പ്രയാഗ ചീഫ് ഡിസൈനർ ആയതറിഞ്ഞ് എല്ലാവരും ഞെട്ടി. കാവ്യയ്ക്കാണെങ്കിൽ അത് തന്റെ മുഖത്ത് ഏറ്റ അടിയായി തോന്നി. വർഷങ്ങളായി അവളാണ് ആ പൊസിഷനിലുള്ളത്. അപ്പോഴാണ് അവളോടൊന്നും അനുവാദം ചോദിക്കാതെ ഇങ്ങനെയൊരു തീരുമാനം ആനന്ദ് എടുത്തത്. അതും തനിക്കിഷ്ടമില്ലാത്ത പ്രയാഗയ്ക്ക് തന്നെ ആ പോസ്റ്റ് കൊടുത്തത് അവൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഇവിടെ മറ്റാരോടും ആലോചിക്കാതെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? കാവ്യ വളരെയധികം ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ആനന്ദിനോട് ചോദിച്ചു. ഞാൻ ആരാണെന്ന് നിനക്ക് ഇനിയും അറിയില്ലേ? ഞാൻ ഈ കമ്പനിയുടെ ചെയർമാനാണ്. ഇതെന്റെ തീരുമാനവും. അല്ല, എന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാ? അവനും ചോദിച്ചു. ആനന്ദിന്റെ വാക്കുകൾ അവൾക്ക് വലിയ രീതിയിൽ ദേഷ്യവും അപമാനവും ഉണ്ടാക്കി. തിരിച്ചു മറുപടി പറയണമെന്നുണ്ടെങ്കിലും വരും വരായികളെക്കുറിച്ച് ആലോചിച്ച് അവൾ മിണ്ടാതെ നിന്നു.
ആനന്ദ് സർ, ഈ തീരുമാനം വളരെ പെട്ടെന്നായിപ്പോയി. പ്രയാഗയ്ക്ക് എന്ത് ടാലന്റ് ആണുള്ളത് ചീഫ് ഡിസൈനർ ആകാൻ? ഓൾറെഡി കാവ്യ ചീഫ് ഡിസൈനർ പൊസിഷനിലുള്ളപ്പോൾ എങ്ങനെയാണ് പ്രയാഗയ്ക്ക് ആ ജോലി കൊടുക്കാൻ കഴിയുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരും ഇത് സമ്മതിക്കില്ല. രാഹുൽ അമർഷം കടിച്ചമർത്തി പറഞ്ഞു. അത് കേട്ട് ആനന്ദ് പൊട്ടിച്ചിരിച്ചു. പ്രയാഗയുടെ ഡിസൈൻ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അവളെ അപ്പോയിന്റ് ചെയ്തു. ഇതിൽ മൂന്നാമതൊരാളുടെ ഒപ്പീനിയൻ എനിക്ക് ആവശ്യമില്ല. മനസ്സിലായോ? തൽക്കാലം രാഹുലിന്റെ ജോലി നോക്കിയാൽ മതി. ആനന്ദ് പരിഹാസത്തോടെ പറഞ്ഞു. രാഹുലിന് നല്ല ദേഷ്യം വന്നു. എന്നാൽ അവൻ അത് കടിച്ചമർത്തി നിന്നു. ആ സിറ്റിയിലെ 1-ാം നമ്പർ കുടുംബമാണ് അവന്റെ കുടുംബം. ആരും അവനെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിച്ചിട്ടില്ല. പാലക്കൽ വീട്ടുകാർക്ക് പോലും അവനോട് എന്തെങ്കിലും സംസാരിക്കാൻ പേടിയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആനന്ദ് രാഹുലിനോട് അങ്ങനെ സംസാരിച്ചപ്പോൾ പലരും അത്ഭുതപ്പെട്ടു. കമ്പനിയിൽ ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈൻ ആവശ്യമാണ്. പ്രയാഗയുടെ ദി ഡയമണ്ട് കിങ് ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഡിസൈൻ കണ്ടതിന് ശേഷമാണ് ഞാൻ അവൾക്ക് ചീഫ് ഡിസൈനറായി സ്ഥാനം കൊടുത്തത്. ഏകദേശം 10 ലക്ഷം രൂപ മുടക്കിയാണ് ആ ഡിസൈൻ ചെയ്യുന്നത്. അത് കമ്പനിയുടെ സ്റ്റാൻഡേർഡിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണ് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇത്രയും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ശ്രാവണ ജ്വല്ലറീസിന്റെ മാർക്കറ്റ് റീച്ച് കൂട്ടാൻ വേണ്ടി 1 മാസത്തിന് ശേഷം ഒരു ഓർണമെന്റ് എക്സിബിഷൻ നടത്താൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അതിലേക്ക് ആർക്ക് വേണമെങ്കിലും ഓർണമെന്റ്സ് ഉണ്ടാക്കാം, എക്സിബിഷനിൽ വെക്കാം. പബ്ലിക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിന്റെ ഉടമയെ ചീഫ് ഡിസൈനറായി ഞാൻ പ്രഖ്യാപിക്കും. ഈ മത്സരത്തിൽ ആർക്കും പങ്കെടുക്കാം, ആനന്ദ് പറഞ്ഞു. എന്നിട്ട് അർത്ഥം വെച്ച പോലെ കാവ്യയെ ഒന്ന് നോക്കി. 10 ലക്ഷം രൂപയോ? ഇവളെ പോലെ ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയും ഹ്യൂജ് എമൗണ്ട് മുടക്കാനോ? അതിന്റെ ആവശ്യമുണ്ടോ? കാവ്യ ദേഷ്യത്തിൽ ചോദിച്ചു. ഷട്ടപ്പ്. അവളിപ്പോൾ ഈ കമ്പനിയുടെ ചീഫ് ഡിസൈനറാണ്. സോ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, ആനന്ദ് ദേഷ്യത്തിൽ പറഞ്ഞു. അവന്റെ ദേഷ്യത്തോടെയുള്ള വാക്കുകൾ കേട്ട് ആ ഹാൾ നിശബ്ദമായി. ഞങ്ങൾക്ക് ഈ മത്സരത്തിന് സമ്മതമാണ്, കൂടുതലൊന്നും ചിന്തിക്കാതെ രാഹുൽ പറഞ്ഞു. ആനന്ദ്, ഞാനുമുണ്ട്. ഞാൻ ഡിസൈൻ ചെയ്യുന്ന ഓർണമെന്റ്സും എക്സിബിഷനിലുണ്ടാകും. ഇവിടെ ആർക്കാണ് കൂടുതൽ ടാലന്റ് എന്ന് അറിയണമല്ലോ, കാവ്യ ധാർഷ്ട്യം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഓക്കെ ദെൻ, എല്ലാവരും അവരവരുടെ ജോലി ചെയ്തോളൂ, ആനന്ദ് പറഞ്ഞുകൊണ്ട് അവൻ ക്യാബിനിലേക്ക് പോയി. ഡി, നീ ഒരുപാട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണ്ട. നിലവിട്ട് താഴെ വീണാൽ കയ്യും കാലും ഒടിയും. ചീഫ് ഡിസൈനർ ആകാൻ വന്നിരിക്കുന്നു. നിന്നെ ഡിസൈനിങ് എന്താണെന്ന് ഞാൻ പഠിപ്പിക്കും, കാവ്യ ദേഷ്യത്തോടെ പറഞ്ഞു. ഈ മത്സരത്തിൽ ഞാൻ ജയിക്കും, പ്രയാഗ പറഞ്ഞു. നമുക്ക് കാണാം, കാവ്യയും പറഞ്ഞു. പ്രയാഗ, 10 ലക്ഷം മുടക്കി ഈ ഡിസൈൻ ചെയ്യാനും മാത്രം കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈം, രാഹുൽ അവരെ നിരുത്സാഹപ്പെടുത്താനായി പറഞ്ഞു. ഇനിയും അവരുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ താല്പര്യമില്ലാതെ അർജുൻ പ്രയാഗയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോയി. അവരുടെ വാക്കുകൾ കേട്ട പ്രയാഗയുടെ ആത്മവിശ്വാസം കുറയുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. നീ ആരെന്ത് പറയുന്നു എന്ന് നോക്കാൻ നിൽക്കണ്ട, നിന്റെ ജോലി നന്നായി ചെയ്യുക, നീ തീർച്ചയായും വിജയിക്കും, അവനത് പറഞ്ഞു. തിരിഞ്ഞ് കാവ്യയെയും രാഹുലിനെയും രൂക്ഷമായി നോക്കി. ശേഷം പ്രയാഗയുടെ കൈ പിടിച്ച് പുറത്തേക്കിറങ്ങി. പെട്ടെന്ന് ഓഫീസിൽ ശക്തമായ കാറ്റ് വീശുകയും അവിടെയുണ്ടായിരുന്ന പേപ്പറുകളെല്ലാം ചിതറിത്തെറിക്കുകയും ചെയ്തു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.